Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian and we are going to discuss the Hindu editorial of 15th December 2021. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ അതിലെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. ഐ എം സോ സോറി. I know that you've been waiting for a long time. I'm so sorry. Sorry for making you wait for a long time. ഇന്ന് എനിക്കൊരു ടെക്നിക്കൽ എറർ വന്നു, അതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കുറച്ച് നേരം എടുത്തു. അതുകൊണ്ടാണ് സോ സോറി ഫോർ ദാറ്റ്. എനിവേ ലെറ്റ് സ്റ്റാർട്ട്. അല്ലെ, താമസിപ്പിക്കണം, നമ്മുടെ രാവിലത്തെ സെഷൻ അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. ആദ്യം നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് എന്ന് മെൻഷൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അവിടുത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കുന്നു, അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, പിന്നെ നമ്മൾ ആർട്ടിക്കിൾ ഏതാണോ ഇന്നത്തെ ആർട്ടിക്കിൾ അത് സ്പെസിഫിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് മൂവിങ് ഓൺ ടു സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ ഹോംവർക്ക്, എന്നിട്ട് ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റനും കൂടെ തരുന്നു. സോ ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എവറിഥിങ്. ആൻഡ് അതുപോലെ തന്നെ കൂടെ നിങ്ങൾക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാം. ആൻഡ് നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. സോ വെൽക്കം ടു അവർ സെഷൻ ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് സീരീസിനും ബുക്സിനും ഇ ബുക്സിനും 16% ഡിസ്കൗണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ 16% ഡിസ്കൗണ്ട് കൊണ്ടുവരുന്നത്. 16% ഡിസ്കൗണ്ട് ടെസ്റ്റ് സീരീസിനുണ്ട്, ബുക്സിനുണ്ട്, ഇ ബുക്സിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, Ada 24/7 ആപ്പ് ഇന്നലെ ഞാൻ കാണിച്ചത് പോലെ ആപ്പിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കേരള എക്സാംസിൽ സ്റ്റേറ്റ് എക്സാംസ് എടുത്തോളൂ. അവിടെ നിങ്ങൾ ഈ ബുക്സ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇ ബുക്സ് എടുക്കുന്നുണ്ടെങ്കിൽ, ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കോഡ് അടിച്ചു കൊടുത്താൽ മതി, Y314, Y314. ഓക്കെ, അപ്പോൾ അത് തുടങ്ങാം. നമുക്ക് നമ്മുടെ +2 മെയിൻസിൻ്റെ ബാച്ച് വരുന്നുണ്ട്. ക്രാഷ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ KTETൻ്റെ ബാച്ച് വരുന്നു. ആൻഡ് നമ്മുടെ KSൻ്റെ ബാച്ച് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ബാച്ചും നടക്കുകയാണ്. പ്രാക്ടീസ് ബാച്ചാണ്, ക്രാഷ് ബാച്ചാണ്. അപ്പോൾ ആരെങ്കിലും ഇനിയും മിസ്സായിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ ആൻഡ് മുനിസിപ്പൽ കോമൺസ് LDയുടെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ആരംഭിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. അപ്പോൾ കോട്ട് ഫോർ ദ ഡേ, ഡോണ്ട് ക്വിറ്റ്. ഈ ഡോണ്ട് ക്വിറ്റിൻ്റെ അകത്ത് ആ NTയും Q അങ്ങ് മാറ്റി നോക്കി, യുൽ ഗെറ്റ് ഡു ഇറ്റ്. സോ ഡോണ്ട് ക്വിറ്റിലെ നമുക്ക് വേണ്ടാത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ യുൽ ഗെറ്റ് ഡു ഇറ്റ്. അപ്പോൾ ചെയ്യാം, ഡോണ്ട് ക്വിറ്റ്. ഓക്കെ, അപ്പോൾ മടുത്ത് പിന്മാറരുത്, അല്ലെ, അടിയറവ് പറയരുത്. ഡോണ്ട് സറണ്ടർ ബട്ട് do it. Okay, so good morning everyone. Good morning. Rise and shine me. Yes. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ, താമസിപ്പിക്കുന്നില്ല, നേരെ പോകാം ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട്. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇക്കണോമിക് റിക്കവറിയെ പറ്റി ഉള്ള ഒരു പ്രൈസ് ഇൻഫ്ലേഷനെ പറ്റിയുള്ള, അല്ലേ, നമ്മുടെ ഇൻഫ്ലേഷനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് അത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം എപ്പോഴും വരാറുണ്ട് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എസ്സേ ടൈപ്പിന് എപ്പോഴും വരുന്ന ഫിനാൻഷ്യൽ ക്വസ്റ്റൻസ് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം ഏറെക്കുറെ. അപ്പോൾ ഇനിയും പ്രൈസ് കട്ട് വരുത്തണം, പ്രൈസിൻ്റെ ടാക്സ് കട്ട് വരുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ വായിച്ചു നോക്കുക, ഗിവ് ഇറ്റ് എ റീഡ്. ബട്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ CBSE എക്സാംസിന്, ബോർഡ് എക്സാം 10th എക്സാമിന് വന്നിരിക്കുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ, റീഡിംഗ് പാസേജിനെ പറ്റി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കുറച്ച് ഇത് വന്നിട്ടുണ്ട് ഇന്ന് ആർട്ടിക്കിൾ. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താ വെച്ചാൽ, അതിനു മുമ്പ് അവരുടെ എക്സാംസിൽ പോർഷൻസ് കട്ട് ചെയ്തിരുന്നു. സോഷ്യൽ സയൻസിലെ പോർഷൻസ് കുറേ കട്ട് ചെയ്തിരുന്നു. ആൻഡ് ബേസിക്സ് ആയ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ലാതെയാണ് കുട്ടികൾ വളരുന്നത്. അതിനെപ്പറ്റി ഒരു കാര്യമായിട്ടിരിക്കുക. കൂടാതെ കോവിഡ് വന്നപ്പോൾ പിന്നെ കുട്ടികളാകെ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കൂനിൽ മേൽ കുരു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എസ്സേയാണ്, റൈറ്റപ്പ് ആണ്. പക്ഷെ മറ്റേ ആർട്ടിക്കിൾ വായിക്കാതിരിക്കരുത്. ഇക്കണോമിക് റിക്കവറി, പ്രൈസ് ഇൻഫ്ലേഷനെ പറ്റിയുള്ളത് വായിച്ചു നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ idioms and phrases of today. അപ്പോൾ ഇതാണ് ഇന്നത്തെ. നോക്കിയേ, bring somebody down or something down, somebody down, yes, ആരെങ്കിലും, from the pedestal. അപ്പോൾ പെഡസ്റ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഉയർച്ചയിൽ ഇരിക്കുന്നതാണ് അർത്ഥം, അല്ലേ. അപ്പം bring somebody down അല്ലെങ്കിൽ knock someone off from the pedestal. 2 രീതി പറയും. bring somebody down from the pedestal അല്ലെങ്കിൽ knock somebody off of the pedestal എന്ന് പറയും കേട്ടോ. knock off എന്നുകൊണ്ട് bring down എന്നുകൊണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളാം. അപ്പം ഇങ്ങനെ 2 ഇഡിയം കണ്ടാൽ ഓർത്താൽ മതി. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കോസ് വൺ ടു ലൂസ് എ പ്രോമിനൻറ്റ് പൊസിഷൻ. അത്യാവശ്യം നല്ലൊരു നല്ല എസ്റ്റീംഡ് ആയിട്ടൊരു സ്ഥലത്തിരിക്കുന്ന ഒരാളായിരിക്കാം, വ്യക്തിയായിരിക്കാം. അവിടെ നിന്ന് ഒരാളെ താഴോട്ട് കൊണ്ടുവരിക, താഴെ ഇറക്കുക,
അതിനെയാണ് bring somebody down from the pedestal അല്ലെങ്കിൽ knock someone off the pedestal എന്ന് പറയാം. ഓർത്ത് വെച്ചോളാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇത്. നമുക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഫ്രേസസും ഇഡിയംസും നിങ്ങൾ ഒരിക്കലും എന്തിനു ഉപയോഗിക്കാൻ പാടില്ല, റൈറ്റിങ്ങിൽ, ഫോർമൽ റൈറ്റിങ്ങിൽ എഴുതാൻ പാടില്ല. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇപ്പോൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ എസ്സേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിങ്ങിൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ഈ ഇഡിയംസും ഫ്രേസസും. അത് ഫോർമൽ അല്ല, അതുകൊണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ കാസ്റ്റ് ഓഫ്. കാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിഡ് ഓഫ് സംവൺ ഓർ സംതിങ്. ഗെറ്റ് റിഡ് ഓഫ് സംവൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും, ഒഴിവാക്കുക, വേണ്ടാന്ന് വെക്കുക, നമ്മളൊരു കാര്യത്തിന് വേണ്ടാന്ന് വെക്കുക കേട്ടോ. അപ്പം അതിന് പറയുന്നത് കാസ്റ്റ് ഓഫ്, ഗെറ്റ് റിഡ് ഓഫ്. കാസ്റ്റ് ഓഫിന് OFF ഉണ്ട്, ബട്ട് ഗെറ്റ് റിഡ് ഓഫ് ഇതൊരു ഫ്രേസ് തന്നെയാണ്. പക്ഷേ ഇതിവിടെ എടുത്ത് പറയാനുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അബാൻഡൻ ചെയ്യാണ്, അബാൻഡൻ സംതിങ് കേട്ടോ. നമ്മളതിനെ അബാൻഡൻ ചെയ്യുക, വേണ്ടാന്ന് വെക്കുകയാണ്. അതിനെയാണ് പറയുന്നത്, ഒരാളെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു സാധനം ഒഴിവാക്കാം, അതിന് നമ്മൾ പറയുന്ന പേരാണ് കാസ്റ്റ് ഓഫ്, ഗെറ്റ് റിഡ് ഓഫ് എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോ അടുത്തത് പേവ് ദ വേ ഫോർ സംതിങ്. പേവ് എന്ന് പറഞ്ഞാൽ കവർ എന്നൊക്കെയാണ് അർത്ഥം. പേവ് ദ വേ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയൊരുക്കുക എന്നൊക്കെ പറയില്ലേ, വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സമ്മൺ അല്ലെങ്കിൽ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ സമ്മൺ. ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ്, പോസിബിൾ ആക്കുവാണ്, ഏബിൾ ടു ഡു സംതിങ്. ഒരാളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോർ സംവൺ ഓർ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആകാം. പേവ് വേ ഫോർ സംതിങ് ഓർ പേവ് വേ ഫോർ സംബഡി എന്ന രീതിയിൽ വരാം കേട്ടോ. രണ്ട് രീതിയിൽ ഇതിന് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഓർത്ത് വെച്ചോളാം. പേവ് ദ വേ ഫോർ സംതിങ്. ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. സെന്റൻസുകൾ പോന്നോട്ടെ. യെസ്. His greedy nature brought him down from the pedestal. Very good. Phrasal verb യൂസ് ചെയ്യാൻ പാടില്ലേ? ഇല്ലില്ല, ഫ്രേസൽ വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർമൽ ഫ്രേസസ് ഉണ്ട്, അതേ ഉപയോഗിക്കാവുള്ളൂ, അല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്. കാര്യം അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതെന്താ കാര്യം എന്നറിയോ, പലതിനും പല മീനിങ് അല്ലേ. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് നോക്കി ആ എല്ലാ മീനിങ്ങും അറിഞ്ഞിരിക്കണം എന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതേസമയം നമ്മളൊരു ഒബ്ജക്റ്റീവ് എക്സാമിനാകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ, ഒരു ഫ്രേസൽ വെർബിന് പല മീനിങ് ഉണ്ട്. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ്ലി ആണോ യൂസ് ചെയ്യുന്ന ഒരു ഡിക്ഷണറി എടുത്ത് അദ്ദേഹം തപ്പേണ്ടി വരും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒബ്ജക്റ്റീവ് എക്സാമിൽ ഒരു ഫ്രേസൽ വെർബിന് മീനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ കൃത്യം ആൻസർ കീ ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ എല്ലാ ഓപ്ഷനും മീനിങ് ആയിരിക്കില്ല, ഒറ്റ ഒരെണ്ണം മാത്രമേ മീനിങ് ആയിരിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ആൻസർ കീ വെച്ചാണ് അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണത്. പക്ഷേ ഈ പരിപാടി എളുപ്പമല്ല, അതുകൊണ്ട് ഫ്രേസൽ വെർബ് ഉപയോഗിക്കില്ല. ആൻഡ് അത് ഇൻഫോർമൽ യൂസേജുമാണ്. ഇൻഫോർമൽ യൂസേജ് ഒരിക്കലും നമ്മൾ ഫോർമൽ റൈറ്റിംഗിൽ ഉപയോഗിക്കില്ല കേട്ടോ. ചേരത്തെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ചിൽഡ്രൻ ആർ സൂപ്പർ. മോസ്റ്റ് ഓഫ് ദം സെലക്ടഡ് ദ ഒപ്പീനിയൻ മെയിൽ ഷോവനിസ്റ്റ്. യെസ്, അതേ ആൻമേരി. കുട്ടികളെ പറയാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ തിങ്കിങ്. പഴയ പോലെയല്ല, കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പറയില്ല, മൂളയുള്ള പിള്ളേരല്ല, ചുമ്മാ വെറുതെ പഠിച്ചിട്ട് ഇന്ന് പോകുന്ന പിള്ളേരല്ല. പിള്ളേർ അതിനെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. ഓക്കെ, character assassination is a trending course to bring somebody from the pedestal. Very good. COVID paved the way for the eruption of online education largely. Yes, Sajini, great. അടുത്താണ് call out. കോൾ ഔട്ടിന്റെ അർത്ഥം സമ്മൻ, വിളിച്ചു കൂട്ടുക എന്നൊരു അർത്ഥമുണ്ട്. സമ്മൻ ഫോർ അല്ലെങ്കിൽ കോൾ ഫോർ ആൻ എമർജൻസി അല്ലേ, അങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. എമർജൻസി, പെട്ടെന്നൊരു എമർജൻസിക്ക് വേണ്ടി നമ്മൾ ഒരാളെ വിളിക്കുക, കോൾ സമ്മൺ ഫോർ ബിക്കോസ് ഓഫ് എമർജൻസി എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ പല മീനിങ് ഉണ്ട്. പക്ഷെ ഇവിടെ കോൾ ഔട്ട് എന്ന് പറയുന്നത് യൂസേജ് വെച്ചിരിക്കുന്നത് അനൗൺസ് എന്നൊരു അർത്ഥമാണ്. അനൗൺസ് ചെയ്യുക, കോൾ ഔട്ട് ചെയ്യുക എന്നാണ്. കോൾ ഔട്ട് ചെയ്യുക, അനൗൺസ് ചെയ്യുക. അതുപോലെ തന്നെ സമ്മൺ ഫോർ എമർജൻസി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളാം. വരും കോംപ്രഹെൻഷനിൽ ഫ്രേസൽ വേർബ് വരും. എന്താ, റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് തന്നിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് തരുന്നതല്ലേ. പാസേജ് എങ്ങനെയും ആകാം, ഫോർമൽ പാസേജ് ആകാം, ഇൻഫോർമൽ പാസേജ് ആകാം. അത് വരും, ഉറപ്പായിട്ടും വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതുമ്പോൾ എന്നല്ലേ പറഞ്ഞത്, മനസ്സിലായി? ഫോർമൽ റൈറ്റിംഗിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്നാണ് പറഞ്ഞത്. അവർക്ക് ഇങ്ങോട്ട് വിടാം. നിങ്ങൾക്ക് തരുന്ന എസ്സേയിൽ എസ്സേ അല്ല, നിങ്ങൾക്ക് തരുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജിൽ ആർട്ടിക്കിളിൽ അവർക്ക് തരാം. ഫ്രേസൽ വേർബ്സ് വരുകയും ചെയ്യും, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുകയും ചെയ്യും കേട്ടോ. He casted off his job due to rude behavior of his manager. Okay, great. Comprehension alla. His wrong attitude to the manager brought him down from the pedestal. Okay. My father casted off my old cycle in OLX. Casted off ന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ഓഫിന് OFF ഉണ്ട്. ഓക്കെ, OFF ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ, കൃത്യമായിട്ട് ഓർക്കുക. ഗെറ്റ് റിഡ് ഓഫ് ന്റെ മീനിങ് അറിയില്ലാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു. ഡിസ്കാർഡ് എന്നാണ് കേട്ടോ അർത്ഥം. ഡിസ്കാർഡ്, ഒഴിവാക്കുക അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുക. ഡിസ്കാർഡ് ഓർ അബാൻഡൻ, ഒഴിവാക്കുക. ഡിസ്കാർഡ് സംവൺ, ഡിസ്കാർഡ് സംതിങ്, അബാൻഡൻ സംവൺ. അബാൻഡൻ എന്നുണ്ട്, അബാൻഡൻ. പിന്നെ കാസ്റ്റ് ഓഫിന് OFF ഉണ്ട്, ഗെറ്റ് റിഡ് ഓഫിന് OFF ഉള്ളേ.
of and this of. ഓക്കെ, അടുത്തത് ഓർക്കുക. നെക്സ്റ്റ് വൺ ഇസ് മിസോജിനി. ഇത് ഒരു വൺ വേർഡ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. മിസോജിനി എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി, ആ കോൺസെപ്റ്റിന് പറയുന്ന പേരാണ്. മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി. ഓക്കെ, അപ്പൊ മിസോജിനി മീൻസ് ഡിസ്ലൈക്ക് ഓഫ് ഓർ കണ്ടംപ്റ്റ് ഫോർ വിമൻ. വിമനോട്, സ്ത്രീകളോടുള്ള കടുത്ത ഒരു അമർഷം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് മിസോജിനി എന്ന് പറയും. എന്നാൽ അപ്പോൾ വൺ ഹു ഡിസ്ലൈക്സ് ഓർ കണ്ടംപ്റ്റ് വിമൻ എങ്കിൽ യു സേ ഹീസ് എ മിസോജിനിസ്റ്റ് എന്ന് പറയും. കേട്ടോ, ആ വ്യക്തിക്ക് മിസോജിനിസ്റ്റ് എന്നും ആ കോൺസെപ്റ്റിന് മിസോജിനി എന്നും പറയും. വൺ വേർഡിൽ വരുന്നതാണ്, ഓർത്തു വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, യാ ലെറ്റ് മീ സി. ദ പ്രസിഡന്റ് കോൾഡ് ഔട്ട്. ഓക്കെ, അതിന് മുമ്പ് രണ്ടു ഉണ്ടല്ലോ. യാ സുവർണ, സുവർണ ഒരു കാര്യം ചെയ്യാം. പ്രാക്ടീസ് ബാച്ചിൽ ജോയിൻ ചെയ്തു, പക്ഷേ ഇത് കിട്ടിയിട്ടില്ലേ എങ്കിൽ എനിക്കൊരു മെയിൽ അയച്ചോളൂ. ഓക്കെ, ഓക്കെ, ഞാനിപ്പോൾ അയച്ചു തരാം. എൻ്റെ മെയിൽ ഐ ഡി തരാം, എനിക്കൊരു മെയിൽ അയച്ചോളൂ. എനിക്ക് പറയണം സുവർണ ഇതിലുള്ളതാണെന്ന്. എന്നിട്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ട്, പർച്ചേസ് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരണേ. ഓക്കെ, കോഴ്സ് പർച്ചേസ് എൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഒന്ന് എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആഡ് ചെയ്യിപ്പിച്ചോളാം. അതാണ് എൻ്റെ മെയിൽ ഐ ഡി, എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പം സെറ്റ്. മോദിജി കോൾഡ് ഔട്ട് ദി ഇനാഗുറേഷൻ ഓഫ് കാശി കോറിഡോർ. ഓക്കെ, ഫൈൻ. It's important not to cast off women from eligible employment because of their gender. Yes, cast off all who give less value for you. Well, less value for you alla to, less value to you. നിനക്ക് തരുന്നു വാല്യൂ, അപ്പോൾ വാല്യൂ ടു യു എന്നാ പറയാം. Okay, the president called out national emergency due to the war. Okay, multiple choice questions in exam pay the way for something. Okay. Political party will call out their candidate soon. Okay, great. It's call out, Nasib, great. It's not easy to cast off our geographical adversaries in the near future. Okay, my father paved the way for my success. All right. Reading Hindu Editorial every day will pay the way for improve Elisha. The reading Hindu Editorial every day will pay the way for improving. For കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ജെറണ്ട് വരിക അല്ലെങ്കിൽ നൗണോ പ്രൊനൗണോ വരിക. ഒബ്ജക്റ്റ് അല്ല വരേണ്ടത്, കാരണം പ്രിപ്പോസിനേഷൻ ഒബ്ജക്റ്റ്. Heterosations pave the way for its examination. Okay. The Honorable President of India called out a joint session for breaking the deadlock. Okay. Opposition party called out a strike against a hike of fuel price. Great. Mail ID കിട്ടിയല്ലോ, ഇത് അയച്ചിട്ടുണ്ട്. സുവർണ കിട്ടിയില്ലേ? Yeah. The university called out our last chance for 2007 batches. The principal called out his name in the assembly for wrongdoing. Okay. At the HC exam, aspirants are waiting eagerly for the call out of കോൾ ഔട്ട് എന്ന് പറയില്ല. അവിടെ കോൾ ഔട്ട് പറയില്ല. നോക്കി, കോൾ ഔട്ട് ഇവിടെ ഫ്രേസൽ വെർബ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ പക്ഷേ തോംസി ഉപയോഗിച്ചേക്കുന്നത് നൗൺ ആയിട്ട്. കോൾ ഔട്ട് ഓഫ് അനൗൺസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, അങ്ങനെ പറയില്ല. അങ്ങനെയാണെങ്കിൽ കോളിംഗ് ഔട്ട് കൊടുക്കുക, കോളിംഗ് ഔട്ട് ഓഫ് എക്സാം ഡേറ്റ് കൊടുക്കുക കേട്ടോ. ദെൻ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് തന്നെ കൊടുത്താൽ അവിടെ നൗൺ ആയിട്ട് ഉപയോഗിക്കരുത് ഒരിക്കലും ഫ്രേസൽ വെർബിന്, അത് വേറെ യൂസേജ് അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കരുത് തോംസി. ഓക്കെ, unless you cast off your unwanted tensions regarding the exam, it will pay the way for your future. Okay. And then, because of his assertive nature about women, most of the people misunderstand him as misogyny അല്ല. അതാ ഞാൻ പറഞ്ഞ ശ്രുതി, അവിടെ മിസോജിനി എന്നല്ല, അങ്ങനെ പറയുന്ന പേരാണെങ്കിൽ ആ വ്യക്തിയാണെങ്കിൽ യു ക്യാൻ കോൾ ഹിം മിസോജിനിസ്റ്റ് കൊടുക്കുക. മിസോജിനിസ്റ്റ് കേട്ടോ. നമ്മൾ പറയില്ലേ ഫെമിനിസ്റ്റ്, സോഷ്യലിസ്റ്റ്, സെക്യുലറിസ്റ്റ് ഒക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ മിസോജിനിസ്റ്റ് IST ആണ് വ്യക്തിക്ക് പറയുന്ന പേര് കേട്ടോ. ഇത് ഐഡിയോളജി ആണ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഡൗൺ ദ ലൈൻ. ഡൗൺ ദ ലൈൻ എന്ന് പറഞ്ഞാൽ ഹാപ്പൻസ് ഇൻ എവറി കേസ്. എപ്പോഴും നടക്കുന്ന, സാധാരണഗതിയിലൊക്കെ നടക്കുന്ന ഒരു എല്ലാ കാര്യത്തിലും ഒരുപോലെ നടക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഡൗൺ ദ ലൈൻ എന്ന് കേട്ടാൽ ഓർത്താൽ മതി. ഹാപ്പൻസ് ഇൻ എവറി ലൈൻ, എവറി കേസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ് മീ സീ. ഓക്കെ, since he is a misogynist, he do not want to get married. Okay, he do not അല്ല, he does not. കാർത്തിക, ഹി ഈസ് സിംഗുലർ. അപ്പം ഞാൻ ഇത് ആദ്യത്തായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഹി എന്ന് പറഞ്ഞ സിംഗുലർ ആകുമ്പോൾ അപ്പോൾ കോൺകോർഡൻസ് ഡസ് വരണം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ പേവ്ഡ് ദ വേ ഫോർ റിഡ്യൂസിംഗ് സെവറൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ അവർ കൺട്രി. ഗ്രേറ്റ്, യെസ് ഇറ്റ് ഇസ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ബ്രിങ് സംബഡി ഡൗൺ ഫ്രം ദ പെഡസ്റ്റൽ ഓർ നോക്ക് സമൺ ഓഫ് ദ പെഡസ്റ്റൽ. രണ്ട് യൂസ്. അവിടെ ഫ്രം നോക്ക് ഓഫ് വരുമ്പോൾ ഫ്രം വേണ്ട കേട്ടോ, ഓർക്കുക. അടുത്തത് കാസ്റ്റ് ഓഫ്. And next one, pave the way for something or somebody.
call out misogyny or misogynist down the line. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഇത്രയും 6 idioms and phrases and one word obviously വന്നിട്ടുണ്ട്. One word ഓർത്ത് വെച്ചോളാം. It's very important. Moving on to today's synonyms, antonyms, related words. ആദ്യത്തെ വേർഡ് പിടിച്ചോളൂ, reiterate. റീട്രേറ്റ് ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. റീട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം, റീസ്റ്റേറ്റ് ചെയ്യാം, റീടെൽ ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യാം. സോ റീക്യാപിച്ചുലേറ്റ്, റീടെൽ, റീസ്റ്റേറ്റ്, റിപ്പീറ്റ്, ആവർത്തിക്കുകയാണ്. പിന്നെ അതിനെയാണ് റീട്രേറ്റ് എന്ന് പറയാം. ഇപ്പൊ റീട്രേറ്റ് ചെയ്തെന്ന് പറയാം, CBSE ബോർഡ് വീണ്ടും റീട്രേറ്റ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് റീട്രേറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഗെറ്റ് മാരിഡ് ടിൽ ഹി ഈസ് എ മിസോജിനിസ്റ്റ്. ഓക്കെ, അങ്ങനെ പറയില്ല നസീബ്, അവിടെ യൂസേജ് തെറ്റിയില്ലേ? എന്താ വെച്ചാ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് മാരിഡ് ടിൽ ഹി, അവിടെ വരെ, അതായത് അവൻ മിസോജിനിസ്റ്റ് ആവുന്നത് വരെ എന്നല്ലേ ഇപ്പൊ അർത്ഥം വരിക നസീബ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഗെറ്റ് മാരിഡ് ബിക്കോസ് ഹീസ് എ മിസോജിനിസ്റ്റ്, അല്ലെങ്കിൽ ആസ് ഹീസ് എ മിസോജിനിസ്റ്റ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഫോർ ഹീസ് എ മിസോജിനിസ്റ്റ് എന്ന് കൊടുക്കുക, കാരണം അവൻ മിസോജിനിസ്റ്റ് ആണ് എന്ന് കൊടുക്കുക കേട്ടോ നസീബ്. Ashwini, it's okay, no problem, I get it. CBSE Express അല്ല, CBSE Expresses കേട്ടോ. മുഹ്സിന, CBSE എന്ന് പറയുന്ന ബോർഡിന്റെ പേരല്ലേ, അപ്പൊ അത് സിംഗുലർ ആണ്. അപ്പൊ എന്ത് കൊടുക്കണം? CBSE Expresses misogyny in +1 question paper. Okay, the principal of TVM Higher Secondary School calls out the instructions for upcoming board examinations. Great. Let's not call out the idea in the general board meeting as we are not sure about its feasibility. Great. All right. Next one is disparity. Disparity എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം വെച്ചാൽ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് ഗ്രേറ്റ് ഡിഫറൻസ് ആണ്. ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്, വലിയ അന്തരമുണ്ട് നമ്മളല്ലേ, അതിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഡിഫറൻസ്. നല്ലൊരു യൂസേജ് ആണ് ഈ റൈറ്റിങ്ങിലൊക്കെ, ഫോർമൽ റൈറ്റിങ്ങിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദർ ഇസ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ, ഡിസ്ക്രിപ്പൻസി, സെയിം മീനിങ് ഉള്ള വാക്കുകൾ കുറച്ച് കേട്ടോ. ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡിഫറൻസ് ആണ്, നല്ല വേരിയൻസ് ഉണ്ട്. ഗ്രേറ്റ് ഡിഫറൻസ് ഓർ ഗ്രേറ്റ് വേരിയൻസിനാണ് ഡിസ്പാരിറ്റി എന്ന് പറയാം. ഡിസ്ക്രിപ്പൻസി, ഇൻകൺസിസ്റ്റൻസി, ഇംബാലൻസ്, ഇനീക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ പറയാം ഡിസ്ക്രിപ്പൻസി, ഡിസ്പാരിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഇനീക്വാളിറ്റി, ഇംബാലൻസ്, വേരിയൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. നല്ലൊരു യൂസേജ് ആണ് ഡിസ്പാരിറ്റി എന്നുള്ളത്, ഡിസ്ക്രിപ്പൻസി എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഓവർ സ്റ്റേറ്റ്. ഓവർ സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഫേം ചെയ്യാൻ അർത്ഥം അല്ലെ, അഫേം ചെയ്യാം. എടുത്ത് നമ്മൾ പറയുന്നത് പ്രൊക്ലെയിം ചെയ്യാണ് ഒരു കാര്യം, ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഓവർ സ്റ്റേറ്റ് ചെയ്യുന്ന ഓവർ എംഫസൈസ് ചെയ്യാം, എടുത്ത് പറയണം, നമ്മളൊന്ന് എടുത്ത് ഒന്ന് ഊന്നൽ കൊടുക്കണം. വി ആർ സ്ട്രെസ്സിങ് സംതിങ്. ഓക്കെ, ഓവർ എംഫസൈസ് ചെയ്യാം, ഓർ എക്സാജുറേറ്റ് ചെയ്യാം, ഓർ മാഗ്നിഫൈ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സാജുറേറ്റ് ചെയ്ത് പറയണം. ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മാഗ്നിഫൈങ് സംതിങ്, മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിക്കുന്ന അതൊന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഓവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓവർ എംഫസൈസ്, എക്സാജുറേറ്റ്, ഓർ മാഗ്നിഫൈ. ഓക്കെ, that's it. Let me read your sentences. Vaccination paved the way for mitigating the surge of COVID-19 pandemic. Yes, Sonal. Great. The teacher reiterated the problem to the students as many find out it difficult to grasp. As many find it out. അങ്ങനെ കൊടുക്കുക കേട്ടോ, കാരണം പ്രോബ്ലം അല്ലേ ചെയ്യുന്നത്. അപ്പം as many find it out difficult to grasp. അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയെന്ന് കൊടുക്കുക. ഓക്കെ, ഫൈൻഡ് മാറ്റി ഫൗണ്ട് ആക്കി. യെസ്, ഗ്രേറ്റ്. ആസ് മെനി ഫൗണ്ട് ഔട്ട് ഇറ്റ് അല്ല കേട്ടോ, അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞതിന്റെ ഗ്രാമർ സ്ട്രക്ചർ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ദ ടീച്ചർ റീട്രേറ്റഡ് ദ പ്രോബ്ലം ടു ദ സ്റ്റുഡൻസ് ആസ് മെനി ഫൗണ്ട് ഇറ്റ് ഔട്ട്. ആ പ്രോബ്ലം അവർ ഫൗണ്ട് ചെയ്തു, മനസ്സിലായി. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൗണ്ട് ഔട്ട് അല്ല, ആസ് മെനി ഫൗണ്ട് ഇറ്റ് ഔട്ട് ഡിഫിക്കൽട്ട് ടു ഗ്രാസ്പ്. ഓക്കെ, ഇസ് മിസോജിനി ആറ്റിറ്റ്യൂഡ്. മിസോജിനി ആറ്റിറ്റ്യൂഡ് അല്ല ജയകൃഷ്ണൻ, ഇങ്ങനെ കൊടുക്കുക. ഇസ് മിസോജിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ്. മിസോജിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്ത് പറയാ, മിസോജിനി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാ പറയുന്നെങ്കിൽ ഹിസ് മിസോജിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം കേട്ടോ. മെയ്ഡ് ഹിം ടു റിമെയിൻ ഇൻ സെലിബസി. ഓക്കെ, ഓൾ റൈറ്റ്. ഗവർണർ റീട്രേറ്റഡ് ദാറ്റ് ഹി ഈസ് ready to transfer chancellor's power to CM due to the disparity between the former and the latter. Great. Reiterating same mistakes angered her. Okay, don't believe people who are expert in overstating their own actions. Okay, the disparity among the politicians paved the way for the splitting of party. Federal chairman reiterated need for raising benchmark interest rate in midst of soaring inflation rates. Great. It's very fortunate that a premier educational body like CBSE explicitly underscores the idea of misogyny in its question paper. Yes, it is.
ബട്ട് ഇതിൽ സർപ്രൈസിങ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. കാര്യം അവരുടെ പല ബുക്കുകളിലും ഇപ്പോഴത്തെ ടോപ്പിക്കുകളൊക്കെ മാറി വന്നില്ലേ, ടെക്സ്റ്റുകൾ മാറി, CBSE ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം മാറി വന്നിരുന്നു. അത് ഇപ്പോൾ തുടങ്ങിയല്ല, കുറച്ച് നാളായി തുടങ്ങിയൊരു ട്രെൻഡാണത്. ഒരുപാട് കാര്യം നമ്മുടെ സോഷ്യലിസം സെക്യുലറിസം ഒക്കെ മാറ്റിക്കളഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. ദി എക്കോണമി ഓഫ് ഇന്ത്യ ഹാസ് ഡിസ്പാരിറ്റി ഇൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓഫ് പറയില്ല കേട്ടോ, കൊടുക്കുക. ദി എക്കോണമി ഓഫ് ഇന്ത്യ ഹാസ് ഡിസ്പാരിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ കോവിഡ്. അവിടെ ഇന്നും കൊടുക്കരുത്, ഓഫും കൊടുക്കരുത് കേട്ടോ അശ്വതി. എക്കണോമി ഓഫ് ഇന്ത്യ ഹാസ് ഡിസ്പാരിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ കോവിഡ്. Okay, Suvarna, I'll check it out. Okay, some things in life only come alla some some things alla, yes, some things in life only come once in lifetime. It is never reiterated. All right. It is never reiterated എന്ന് പറയുന്നത്. some things അല്ലേ, നമ്മളത് പാസ്റ്റ് പ്ലൂറൽ അല്ലേ പറയുന്നത്, അപ്പോൾ they are never reiterated കൊടുക്കുക കേട്ടോ ജസ്റ്റിൻ. അത് some things ആയതുകൊണ്ട് അല്ലെ സംതിങ് ആണെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ ആയിട്ട് കൊടുക്കായിരുന്നു, it is never reiterated കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. The medical representative referred avoiding reiterated alcoholism leads to disparity of life. Okay. Inequality imbalance അല്ലേ, ഓക്കെ അത് മനസ്സിലായി. The medical representative referred avoiding reiterated alcoholism. അപ്പോൾ ആ സെന്റൻസിന് ഒരു പ്രശ്നമുണ്ട്. The medical representative referred avoiding reiterated alcoholism due to disparity. അല്ലെങ്കിൽ കൊടുക്കണം ആൽക്കഹോളിസം വിച്ച് ലീഡ്സ് ടു, അങ്ങനെ കൊടുക്കുക. ആൽക്കഹോളിസം വിച്ച് ലീഡ്സ് ടു, അവിടെ ഒരു വിച്ച് കൊടുക്കണം, ഒരു കണക്റ്റീവ് അവിടെ വേണം കേട്ടോ. as he reiterates his mistake, she overstated on his behavior. as he reiterates പ്രസന്റ് ടെൻസിലല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അവിടെ മറ്റേത് പാസ്റ്റ് ടെൻസ് വരാൻ പാടില്ല കേട്ടോ ആര്യ. as he reiterates his mistakes, she overstates on his behavior എന്ന് കൊടുത്തു. ഓക്കെ, then പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഓവർസ്റ്റേറ്റ് എന്ന വേർബിന്റെ കൂടെ ഓണ് കൊടുക്കില്ല. ഓവർസ്റ്റേറ്റ് വാട്ട്, ഓവർസ്റ്റേറ്റ് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. ഓവർസ്റ്റേറ്റിന് ശേഷം ഒബ്ജക്റ്റ് വരണ്ട, ഓണ് കൊടുക്കാൻ പറ്റില്ല, പ്രിപ്പോസിഷൻ കൊടുക്കരുത് കേട്ടോ. He overstates a problem to authority to formulate a solution for it. Okay. He overstated his statement since it paved the way for the disparity. Okay. Disparity in your studies will not help you to crack exam. Disparity between the leaders delayed the decision. Okay. Building crashed because of the disparity in pillars. Okay. There's a disparity between his character and yours. Very good. On account of vaccination, there is a disparity in COVID-19 cases. All right. Okay. അടുത്തത് കണ്ടം. കണ്ടം വേർബാണ്, ഓർത്ത് വെച്ചോളാം. കണ്ടം വേർബാണ്. കണ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ സെൻഷർ ചെയ്യുക. സെൻഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിട്ടിസൈസ് ചെയ്യുക ഓർ കാസ്റ്റിഗേറ്റ്, റിപ്രിമാൻഡ്. കണ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇൻ എ വെരി ഫോർമൽ വേ ആണ് റിപ്രിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ, ഫോർമൽ വേയിലാണ് നമ്മൾ പറയുന്നത് കാസ്റ്റിഗേറ്റ്, റിപ്രിമാൻഡ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫ്യൂറോറി. ഫ്യൂറോറി എന്ന് പറഞ്ഞാൽ നൗണാണ്. ഫ്യൂറോറി എന്ന നൗണിന്റെ അർത്ഥം കൊമോഷൻ, വലിയൊരു പ്രശ്നം, കൊമോഷൻ, അപ്രോർ, ഔട്ട്ക്രൈ, ഡിസ്റ്റർബൻസ് എന്ന ഫസ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഭയങ്കര മൊത്തം കുളമായി, പ്രശ്നമായി എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് ക്രിയേറ്റഡ് എ ഫ്യൂറോറി എന്ന് പറയാണ്. CBSE question, the troubling question put forward by the CBSE board. Okay, CBSE caused a furore or a fuss എന്ന് പറയാം. കൊമോഷൻ, അപ്രോർ, ഔട്ട്ക്രൈ, ഡിസ്റ്റർബൻസ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. Okay. Continuing racial disparity was pointed out in the meeting. Okay. Overstated knowledge എന്ന് പറയില്ല. Overstated knowledge is useless in nature എന്ന് കൊടുക്കുക. അവിടെ ഓവർസ്റ്റേറ്റ് ആണ്, അതിന് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ശരത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഓവർസ്റ്റേറ്റഡ് കൊടുക്കുക കേട്ടോ. ഡോണ്ട് ട്രൈ ടു ഓവർസ്റ്റേറ്റ് യുവർ മിസ്റ്റേക്സ് ബിക്കോസ് നോബഡി ഈസ് ഗോയിങ് ടു ബിലീവ് യു. ഓക്കെ. ബ്ലൂ ഐസ് HC എക്സാം ഡേറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, വിചാരിക്കുന്നത് ഡിസംബർ അല്ല, ജാനുവരി 2nd വീക്ക് ഓർ 3rd വീക്ക് ആണ്. നമുക്ക് ഇതുവരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ അത് എടുത്ത് പറയുന്നില്ല കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഡിസ്പാരിറ്റി ഇൻ ജെൻഡർ അമംഗ് ദി സൊസൈറ്റി ഈസ് മേജർ പ്രോബ്ലം ഫോർ വിമൻസ് ഫ്രീഡം. യെസ്, ഹിറ്റ്ലറിന്റെ ടൈമിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, യങ് ജനറേഷന്റെ മൈൻഡിൽ ഒരു ഐഡിയോളജി ഇൻസ്റ്റിറ്റ് ചെയ്യുക. ഐ തിങ്ക് ഇന്ത്യ ഈസ് ഫോളോയിങ് ദിസ് ഫുഡ്സ്. യെസ് സെയിം ഓർമ്മയില്ല. ആദ്യം മുതൽ തുടങ്ങിയത് ഇന്നൊന്നുമല്ല അല്ല, ഒരു 5 വർഷം മുമ്പ് എടുത്തു നോക്കിയേ. ഒരു 5 വർഷം മുമ്പേ തുടങ്ങിയതാണ് ഈ ട്രെൻഡ്. നമ്മുടെ സോഷ്യലിസം, സെക്യുലറിസം, ഇക്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ഇതൊക്കെ കൊണ്ടുവരികയാണ്. റിലീജിയസ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്തുകൊണ്ട് കൊണ്ടുവരികയാണ്? കുത്തി നിറയ്ക്കുകയാണ് കുട്ടികളുടെ മൈൻഡിലോട്ട്. നെവർ ഡു ദാറ്റ്. എഡ്യൂക്കേഷൻ മസ്റ്റ് നോട്ട് ബി ക്ലബ്ഡ് വിത്ത് റിലിജിയൻ.
ബിക്കോസ് എഡ്യൂക്കേഷൻ മസ്റ്റ് മേക്ക് എ പേഴ്സൺ ഫ്രീ അല്ലേ, അതാണ് ചെയ്യേണ്ടത്, ഒരു ആളെ ഫ്രീ ആക്കുക. ആൻഡ് ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, കുട്ടികളിൽ യങ്ങർ മൈൻഡ്സ് തുടങ്ങണ്ടേ, അതാണ് ഈ പ്രശ്നം. ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വേർഡ്സ്. ഔട്ട്റേജസ്. ഔട്ട്റേജസ് ഒരു അഡ്ജക്റ്റീവ് ആണ്, മീനിങ് ഇതാണ് ഷോക്കിംഗ്, ഡിസ്ഗ്രേസ്ഫുൾ, സ്കാൻഡലസ് എന്നൊക്കെയാണ് ഔട്ട്റേജസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തു വെച്ചോളൂ കേട്ടോ. The teacher overstated important notes for the exam. Okay, the troublemakers usually overstate issues which results in furore. Yes, this disparity exists. There is disparity exist alla. There is disparity existing in our society. There is അപ്പോൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്താം കേട്ടോ. There is still disparity exists in our society. കേട്ടോ, there is still disparity existing in our society എന്ന് കൊടുക്കാം കേട്ടോ ആര്യ. All right, blue eyes. Moving on, emancipation. What is emancipation? Emancipation എന്ന് പറഞ്ഞാൽ ഫ്രീഡം, ലിബറേഷൻ, ലിബർട്ടി അല്ലെങ്കിൽ റിലീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ റിലീസ്, സെറ്റ് സമൺ ഫ്രീ എന്ന് പറയില്ല, റിലീസ് എന്നൊക്കെയാണ് ഈ പറഞ്ഞ ഇമാൻസിപ്പേഷൻ്റെ അർത്ഥം. ഇമാൻസിപ്പേറ്റിംഗ് സമൺ എന്നാൽ റിലീസിങ് സമൺ. സോ ഓർത്ത് വെച്ചോളാം, ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിപ്രൈവ്. ഡിപ്രൈവ് എന്ന വേർബിന്റെ അർത്ഥം ഡിസ്പോസസ്, സ്ട്രിപ്പ്, ഡൈവസ്റ്റ് ഓർ ഡിനൈ. ഡിസ്പോസസ് ചെയ്യുക, ഒഴിവാക്കുക, നമ്മുടെ ഒരു കാര്യം നമുക്ക് പോസസ് ചെയ്തൊരു കാര്യം ഇല്ലാണ്ടാക്കുക, എടുത്ത് മാറ്റുക, നമ്മുടെ അടുത്ത് ഡിനൈ ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യണം, നമ്മളെ പ്രിവെന്റ് ചെയ്യണം ആ കാര്യം നമ്മളോട് എടുക്കാനുള്ളത്. സോ ഡിപ്രൈവിങ് അസ് ഫ്രം സമ്മൺ. ഡിപ്രൈവ് എന്ന് പറയുമ്പോൾ ട്രാൻസിറ്റീവ് വേർബാണ്, അതിന് ശേഷം ഒബ്ജക്റ്റ് വേണേ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഡിപ്രൈവ് എന്ന വേർബിന് ശേഷം ഒബ്ജക്റ്റ് വേണം. ഓക്കെ, യെസ്. ബാർക്കിംഗ് ഡോഗ് ഇസ് ഓഫൺ എ ഫ്യൂറി ടു എവ്രി വൺ. ഓൾ റൈറ്റ്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് കാർത്തിക, നമ്മൾ ബാർക്കിംഗ് ഡോഗ് ഒരു ഡിസ്റ്റർബൻസ് ആണെന്നുള്ള മീനിങ്ങിൽ വരുമ്പോൾ ആ ഡിസ്റ്റർബൻസ് എന്നാ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റർബൻസ് എന്നതാണ്, അവിടെ ഫ്യൂറോറി ഉപയോഗിക്കാൻ പറ്റില്ല. ഡിസ്റ്റർബൻസ് പറഞ്ഞു, പക്ഷെ ഫ്യൂറോറി ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്യൂറോറി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഡോഗ് ബഹളം ഉണ്ടാക്കുകയല്ലോ, ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ലോ പറയുന്നത്. ആ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒച്ചപ്പാട് ബഹളം നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് ഫ്യൂറോറി. വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ കൊടുത്താൽ മതി. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ലേ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അവിടെ പിന്നെ ഓക്കെ കറക്റ്റ്. സോറി ശരത്, ലെറ്റ് മീ റീഡ് ഇറ്റ് ഫുൾ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് കണ്ടം മോഷൻ which has proposed the government made a commotion in parliament. That's correct. Okay, governor had gripped his disparity among political issues in Kerala. Okay, the governor had gripped his disparity among political issues in Kerala. Okay, we should not overstate our achievements. Yeah, there will always be a furore when a dowry death happens, which is down the lane, happens every lane. Okay, mankind will witness a great breakthrough in technology down the lane. Yes, recently governor condemns chief minister on account of disparity of appointment in university. Yeah, Abraham Lincoln's famous Emancipation Proclamation held on 19th century അല്ല, നമ്മൾ ഇയർ പറയുകയാണെങ്കിൽ ഇന്ന് കൊടുക്കാം, ഇന്ന് എന്തിനു കൊടുക്കുക, ഇയർ കൊടുക്കാനായിട്ട്. സെഞ്ചുറി പറയാനായിട്ടാണെങ്കിൽ എന്ത് കൊടുക്കും, ഇന്ന് കൊടുക്കും. ഓണപ്പം എന്തിനാ കൊടുക്കുന്നത്, ഓൺ എന്തിനാ കൊടുക്കുന്നത് ശരത്തെ, ഓണ് ഡേയ്ക്കും ഡേറ്റിനും, ഓറല്ല ആൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇൻ 19th century കൊടുക്കാം. ദ സ്കൂൾ ഓഫ് സ്കാൻഡൽ ഇംപ്ലൈസ് ദി ഔട്ട്റേജസ് ബിഹേവിയർ ഓഫ് ദ പ്രസന്റ് ജനറേഷൻ. യെസ്. അടുത്ത വാക്കാണ് ട്രങ്കേറ്റ്. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടൻ, കട്ട്, കർട്ടെയിൽ, ട്രിം, അബ്രീവിയേറ്റ്, കുറയ്ക്കുക, വെട്ടിച്ചുരുക്കുക. ട്രങ്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെട്ടിച്ചുരുക്കുക, കട്ട് ചെയ്യുക, കർട്ടെയിൽ ചെയ്യുക, ട്രിം ചെയ്യുക, അബ്രീവിയേറ്റ് ചെയ്യുക, ഷോർട്ടൻ ചെയ്യുക. ദാറ്റ്സ് എ ട്രങ്കേറ്റ്. നെക്സ്റ്റ് വൺ ഇസ് വവ്. വവ് എന്ന വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പ്രോമിസ് എന്ന വാക്ക് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ വവ് എന്ന വാക്കിന്റെ അർത്ഥം നൗണായിട്ടും വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡാണ്. ഓത്ത്, പ്ലഡ്ജ്, പ്രതിജ്ഞ, പ്രോമിസ്, വാക്ക്. ആൻഡ് അതേ സാധനത്തിന് വേർബായിട്ടും ഉപയോഗിക്കാം. ഇവിടെ നൗണായിട്ട് ഉപയോഗിച്ച ആ പ്രോമിസ്, അതേ പ്രോമിസ് നമ്മൾ വേർബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. സ്വെയർ, അഫേം, പ്ലഡ്ജ്, അഫേം, പ്രോമിസ് എന്നുള്ളതൊക്കെ നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓർത്ത് വെച്ചോളാം കേട്ടോ. ദാറ്റ് ഇസ് വവ്. ഓർത്ത് വെക്കാം കേട്ടോ. ആൻഡ് ദ സ്കൂൾ ഓഫ് പറഞ്ഞു, എമാൻസിപ്പേഷൻ ഈസ് അവർ ബർത്ത് റൈറ്റ്, ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ്. യെസ് ഇറ്റ് ഈസ്. മൂവിങ് ഓൺ. അടുത്തത് മിറിയഡ്. മിറിയഡ് എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം.
മിറിയഡ് എന്ന് പറയുന്ന നൗണിന്റെ അല്ലെങ്കിൽ നൗണിന്റെ മീനിങ് ഇതാണ്, മൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്കോർ, ഒരുപാട് എന്നാണ് അർത്ഥം, ഒരുപാട്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന അഡ്ജക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇൻന്യൂമറബിൾ, നമ്പർ ഓഫ്, കൗണ്ട്ലെസ്, എണ്ണാൻ പറ്റാത്തതിലധികം, കൗണ്ട്ലെസ്. ഓക്കെ, എന്നാൽ മിറിയഡ് എന്ന വാക്ക് കേട്ടോ, മിറിയഡ് എന്ന് ഓർത്ത് വെച്ചോളാം. എന്നാൽ അടുത്ത വാക്ക് നൗണായിട്ട് ഉപയോഗിക്കാം കേട്ടോ, അതിനെ അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മിറിയഡ് എന്ന വാക്ക് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത വാക്ക് നോക്കിയേ, ലെൻഡ്. ലെൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൽ. ലെൻഡ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ഈ ലെൻഡ് ആണ്, ടു ആണ്. V1 V2, V1 ഇതാണ്, V2 ഇതാണ്, V3 ലെൻഡ് തന്നെയാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. അപ്പം ലെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം ലോൺ, കടം കൊടുക്കുക. അല്ലെങ്കിൽ ലെൻഡ് സംബഡി സംതിങ്, ലെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ലെൻഡ് യുവർ ഇയേഴ്സ്, എനിക്ക് നിങ്ങളുടെ ചെവി തരൂ, ലിസൺ ടു മീ എന്നാണോ ലെൻഡ് യുവർ ഇയേഴ്സ് പറയില്ലേ. സോ ലെൻഡ് യുവർ ഇയേഴ്സ്, ആഡ്, ഇമ്പാർട്ട്, ഗിവ് ഓർ ബെസ്റ്റോവ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ആഡ് ചെയ്യുക, ഇമ്പാർട്ട് ചെയ്യുക, ഗിവ് ചെയ്യുക, ബെസ്റ്റോവ് ചെയ്യുക, അങ്ങനെ പല അർത്ഥമുണ്ട് ഈ ലെൻഡിന്, ഓർത്ത് വെച്ചോളാം. ആൻഡ് ദെൻ ഫ്രജൈൽ എന്ന വാക്ക് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഫ്രജൈൽ എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവാണ്, മീനിങ് ബ്രേക്കബിൾ, പൊട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ വലിയ നല്ല ടഫായിരിക്കാം, ബട്ട് അത് പൊട്ടാവുന്നതേ ഉള്ളൂ. ബ്രിറ്റിൽ, ബ്രേക്കബിൾ, ഈസിലി ബ്രേക്കബിൾ. ടെൻവസ് നമ്മൾ പറഞ്ഞ ഫ്രജൈൽ എന്ന ടെൻവസ് നേരിയതായിട്ടുള്ള, ഡെലിക്കേറ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. വീക്ക്, ഡെലിക്കേറ്റ്, ഫ്രെയിൽ എന്നൊക്കെയാണ് ഫ്രജൈൽ എന്ന വാക്കിന്റെ അർത്ഥം, ഓർത്ത് വെച്ചോളാം. ഓക്കെ, യാ. മൈ uncle's death was മുഹ്സിന, മൈ uncle's death was ഔട്ട്റേജസ് അല്ല, ഔട്ട്റേജസ് ആണ് വരേണ്ടത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ന്യൂസ് അല്ലേ, വാർത്തയല്ലേ, അതുകൊണ്ട് ന്യൂസ് എന്ന് നമ്മൾ കൊടുക്കില്ല കേട്ടോ. അതുകൊണ്ട് ന്യൂസും കൊടുക്കില്ല, ഏയും കട്ടുകൾ. ഔട്ട്റേജസിനൂടെ എ അല്ല കൊടുക്കേണ്ടത്, ആന കൊടുക്കേണ്ടത്. കാരണം ഔട്ട്റേജസ് സൗണ്ട് ആണ്, അപ്പോൾ വവൽ സൗണ്ട് ആണ്, ആനാണ് വരേണ്ടത്. പക്ഷെ ന്യൂസ് ആയതുകൊണ്ട് അതിൽ ഇത് കൊടുക്കരുത്. മൈ uncle's death was outrageous news to me എന്ന് കൊടുക്കുക. His failure in exam was outrageous news for me. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് അതേ സെന്റൻസ് വന്നല്ലോ, അതുപോലെ ഏറെക്കുറെ. ഓക്കെ, a citizen of India, but ഐഷ outrageous എഴുതിയിട്ടുള്ളൂ. യെസ്, a citizen of Indian citizen of Indian അല്ലല്ലോ ശരത്തെ. a citizen of India deprives of അത് ശരത്ത് പറയുന്നത് എന്താണെന്നറിയോ, ഡിപ്രൈവ്ഡ് ഓഫ് അല്ലേ, അവിടെ നമ്മൾ ഡിപ്രൈവ്ഡ് ഓഫ് പോകുന്ന പാസീവിന്റെ കൂടിയാ. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ 3 ways. അങ്ങനെ അവിടെ നമുക്ക് പാസീവായിട്ട് ഉപയോഗിക്കാം, അവിടെ പ്രശ്നമല്ല. ആക്റ്റീവ്ലി ഈ പറഞ്ഞ ഡിപ്രൈവിന്റെ കൂടെ ഓഫ് ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കണേ. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് സിറ്റിസൺഷിപ്പ് ഇൻ 3 ways. അതാണ് ശരത്ത് ഉപയോഗിച്ചതിന്റെ കറക്റ്റ് യൂസേജ്. The more the teacher give emancipation to the students, the more he trouble to control them. The more the teacher gives ആണ്, give കൊടുക്കില്ല. More the teacher gives emancipation to the students, the more he troubles to control them. He troubles to. Okay. When PM called out lockdown in India, it was an outrageous news for everyone. Outrageous news. Yeah, that's right. കുഴപ്പമില്ല കേട്ടോ സോന, അതിന് കുഴപ്പമില്ല. ഷോക്കിംഗ് ന്യൂസ്, ഒരു കുഴപ്പമില്ല. ഫോറിൻ institutions truncated equity investments in the country. Okay, the government truncated the expenses which was a need of the hour. Okay, she will never lend a ear to gossips. Okay, and possess a myriad. ആഗ്ന മിരിയഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്പർ കൗണ്ട്ലെസ് ആ, പിന്നെ ഇവിടെ നമ്പർ വേണ്ട. മിരിയഡിന്റെ കൂടെ പിന്നെ നമ്പർ ഓഫ് കൊടുക്കരുത്. കാര്യം മിരിയഡ് എന്ന് പറഞ്ഞാൽ അതാണ്, ഇങ്ങനെ കൊടുത്താൽ മതി. ആൻഡ് പൊസസ് ഓക്കെ, ആൻഡ് പൊസസസ് അല്ലെ, ആൻഡ് എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പൊ പൊസസസ് കൊടുക്കുക. ആൻഡ് പൊസസസ് a villa, myriad dolls to her collection എന്ന് കൊടുക്കുക. ഓക്കെ, ടു ഹെർ കളക്ഷൻ അല്ല, ഇൻ ഹെർ കളക്ഷൻ, കാരണം ഓൾറെഡി കളക്ഷനിലല്ലേ, അതിലേക്ക് എന്നല്ല. Our late PM has myriad knowledge of languages. Okay, great. The recent action of central government truncate the emancipation of press. Okay. Do not lend your valuable time for trivial matters. Be careful while handling my baggage as it contains fragile items. Yes. APJ Abdul Kalam was a myriad of knowledge. വേണ്ട, ജസ്റ്റ് അങ്ങനെ കൊടുക്കണ്ട കേട്ടോ. എ myriad എന്ന് കൊടുക്കണ്ട. Was myriad a number of ആണെങ്കിൽ ഓക്കെയാണ്, അവിടെ ആ myriad of വേണ്ട. APJ Abdul Kalam was a myriad of knowledge വന്നാൽ മതി. ഓക്കെ, ആ myriadനെ നമ്മൾ മൾട്ടിറ്റ്യൂഡ് സ്കോർ അല്ലേ, അത് നമ്മൾ എണ്ണാൻ പറ്റില്ല, ഇറ്റ്സ് അൺകൗണ്ടബിൾ. ഓക്കെ, then Russia has lent
several defense technologies to India since our independence. Yes. അടുത്താണ് disconcerting. Disconcerting adjective ആണ്, usage ഇതാണ് unsettling, unnerving, perturbing, disturbing എന്നാണ് അർത്ഥം. ഇതട്ടോ ഡിസ്റ്റർബിങ്, ആകെപ്പാടൊരു ബുദ്ധിമുട്ട്, അൺനെർവിങ്, നമുക്ക് ഇരുന്നിടത്ത് ഇരിപ്പുറയ്ക്കുന്നില്ല, അൺനെർവിങ് ആയിട്ടുള്ള, അൺസെറ്റിലിംഗ് ആയിട്ടുള്ള, വേവറിംഗ് ആയിട്ടുള്ള, ദാറ്റ് ഇസ് ഡിസ്കൺസേർട്ടിങ്. ഓക്കെ. അടുത്ത വാക്ക് കംപ്രൈസ്. കംപ്രൈസിന്റെ കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കംപ്രൈസ് ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വേർബ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഒരിക്കലും കംപ്രൈസ് ഓഫ് പറയരുത്, ബട്ട് യു കൻ സേ കൺസിസ്റ്റ് ഓഫ്. കൺസിസ്റ്റ് ഓഫ് കറക്റ്റ് ആണ്, കംപ്രൈസ് ഓഫ് അല്ല, കംപ്രൈസ് വേർബ്, ഒബ്ജക്റ്റ് നേരെ വരണം. അതിന്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫോം, കണ്ടെയ്ൻ എന്നൊക്കെയാണ്. യു നോ ദ മീനിങ് അല്ലെ? കംപ്രൈസ് എന്ന മീനിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. Whenever she thinks about the immediate blessings received, she breaks down into tears. Okay. She breaks down allo, she breaks down. She breaks down into tears. പിന്നെ ബ്രേക്ക് ഡൗൺ ഒറ്റ മീനിങ്ങിൽ വരരുത്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന മീനിങ് ഒറ്റ വാക്കല്ല, അത് രണ്ട് വാക്കാണ് കേട്ടോ. She breaks down into tears. Lend your ear to me. I want to tell you a big secret. സീക്രട്ട് ഇതെന്താ ഫ്രഞ്ച് ആണോ? സീക്രട്ടേ എന്നൊക്കെ എഴുതിയേക്കുന്നത്. സീക്രട്ടിന് ഈ ഇല്ല കേട്ടോ കാർത്തിക. ലാസ്റ്റ് ഈ ഇല്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കംപ്രൈസസ് 12 schedules. Yes. One has to face myriad challenges in one's lifetime. Yes. Put the box there as it is fragile in nature. Okay. The manager vowed me that next month's salary would not deprive what? Deprive എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡിപ്രൈവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡിപ്രൈവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നോക്കി, നമ്മളിപ്പോ പറഞ്ഞു ഡിപ്രൈവ് എന്ന വാക്കിന്റെ അർത്ഥം ഡിനൈ ചെയ്യുക, സ്ട്രിപ്പ് ചെയ്യുക, ഡിവേഴ്സ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. അപ്പൊ ഡിപ്രൈവ് വാട്ട്? ഒബ്ജക്റ്റീവ് ആണ് അവിടെ. ഡിപ്രൈവ് എന്ന വാക്കിന് ഒബ്ജക്റ്റീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. താമസിക്കില്ല എന്നാണെങ്കിൽ നോട്ട് ഡിലേ എന്ന് കൊടുക്കണം. ഡിപ്രൈവ് ഡിലേയുടെ മീനിങ് അല്ല കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ എല്ലാവർക്കും? As exam results are declaring today, our children are disconcerted. Yes. Okay, disconcerted. Yes, they are disconcerted. Okay, all right. Let's move to the article. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ, വേഗം ഒരു തംസപ്പ് ഇട്ടോ. നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കഷനിലോട്ട് പോകാം. റെഡി ആണോ? And show me some love and support. ലൈക്ക് ഇട്ടേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേ എല്ലാവരും. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കഷനിലോട്ട് പോകാം. മൈ കളക്ഷൻ കംപ്രൈസ് അല്ല, മൈ കളക്ഷൻസ്, ഇനി മൈ കളക്ഷൻ കംപ്രൈസസ് അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമല്ലേ, കംപ്രൈസിന്റെ കൂടെ ഓഫ് കൊടുക്കരുതെന്ന്. സിനി കംപ്രൈസ് ഓഫ് തെറ്റ്. നിങ്ങൾ കംപ്രൈസ് ഓഫ് എപ്പോൾ കൊടുത്താലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടൂല. കംപ്രൈസ് ഓഫ് കിട്ടില്ല, തെറ്റാണ്. കൺസിസ്റ്റ് ഓഫ് കറക്റ്റാ. കംപ്രൈസിനോട് ഓഫ് വരില്ല. പിന്നെ എടുത്ത് പറയാം ഞാൻ, കംപ്രൈസിനോട് ഓഫ് വരില്ല. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാൻ. കംപ്രൈസ് ഓഫ് ഈസ് റോങ് കേട്ടോ. കംപ്രൈസ് ഓഫ് ഇല്ല. മൈ കളക്ഷൻ കംപ്രൈസസ് എന്ന് കൊടുക്കുക കേട്ടോ. ലെൻഡിങ് മണി ഈസ് ആക്ച്വലി എ ഡിസ്കൺസേർട്ട്. ഡിസ്കൺസേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഡിസ്കൺസേർട്ടിങ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. നിങ്ങൾ ഡിസ്റ്റർബൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റർബൻസ് അല്ല, ഡിസ്കൺസേർട്ട് അല്ലല്ല. The pack comprises all the important items for your trip. Okay. The Indian Penal Code spelling PEI ഇല്ല ട്ടോ, PENA അല്ലോ ട്ടോ. Penal Code of Criminal Procedures had been comprised of. അതെന്തിനാ had been comprised of കൊടുത്തേക്കുന്നേ? Is comprised അല്ലേ? Is comprised of എന്ന് കൊടുക്കുമായിരിക്കും. Is comprised of, അത് കുഴപ്പമില്ല. അത് പാസീവിൽ വരുന്നതുകൊണ്ട് ഈസ് കംപ്രൈസ്ഡ് ഓഫ് കുഴപ്പമില്ല. അവിടെ ഹാഡ് ബീൻ്റെ ആവശ്യമില്ലല്ലോ ശരത്തെ. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ആർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോവാം. ട്രബ്ലിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നത്തെ ആർട്ടിക്കിൾ നല്ല ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. ട്രബ്ലിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പ്രശ്നം, അതുകൊണ്ടാണ് ട്രബ്ലിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതെന്ന് പറയുന്നത്. ഡിസ്റ്റർബിംഗ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. Instead of casting of stereotypes, school authorities are reiterating old wrongs. അപ്പോൾ നോക്കി, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് പകരം, ഇതിന് പകരം കാസ്റ്റിംഗ് ഓഫ് സ്റ്റീരിയോടൈപ്സ്. കാസ്റ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യുക,
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗെറ്റ് റിഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ്, പഴയ ഈ കെട്ടുകഥകളൊക്കെ ഇല്ലേ, അനാവശ്യമായ കുറെ പ്രജുഡിസുകളില്ലേ, ബയസ് ഒക്കെ ഇല്ലേ, ആ സ്റ്റീരിയോ ടൈപ്സിനെ കാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം സ്കൂൾ അതോറിറ്റീസ് ചെയ്യുന്ന എന്താണ്, റീട്രേറ്റിംഗ്, റീസ്റ്റേറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാണ് ഓൾഡ് റോങ്സ്, പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുന്നവർ എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ആൻഡ് നമുക്കതിനെ പറ്റി നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ? പോവാം. ദി റോഡ് ടു ജെൻഡർ ഇക്വിറ്റി is long and hard, and despite the fact that each generation has paved a better way for the next, the struggle to overcome disparities is far from over. And the beautiful introduction anuka, though this difficult journey through this difficult journey, the school's role in sensitizing young minds towards building a non-discriminatory world cannot be overstated. In this context, a comprehension passage in the Central Board of Secondary Education CBSE English examination conducted on Saturday for class 10 students. പറഞ്ഞു വരുന്നതാണ് ജെൻഡർ ഇക്വിറ്റിയിലേക്ക്. ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞു. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരേപോലെ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ കൊടുക്കുക എന്നല്ല, കുറച്ചുള്ളവർക്ക് പാത്രം അറിഞ്ഞു വിളമ്പുന്നതിനെ ഈക്വിറ്റി എന്ന് പറയുന്നു. പാത്രം ചെറുതാണെങ്കിൽ കുറച്ച് കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് അല്ലേ, ആ പാത്രം അറിഞ്ഞ് വിളമ്പെന്ന് പറയും. നമ്മൾ പറയില്ലേ, ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല, പാവപ്പെട്ട ആൾക്കാർക്ക് കുറച്ചുകൂടെ കൊടുത്തിട്ട് എല്ലാവരും ഈക്വൽ സ്റ്റേറ്റസിലോട്ട് ആക്കുക. അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുക. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിതരണം ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വാലിറ്റി. ഓർത്ത് വെച്ചോളാം. സോ ദ റോഡ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഹാർഡ്. പക്ഷേ ഡെസ്പൈറ്റ് എന്നിരുന്നാലും ദ ഫാക്ട് ദാറ്റ് ഓരോ ജനറേഷനും pave better way for the next, അടുത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈസിയർ ആക്കുവാണ്, മേക്കിംഗ് ഇറ്റ് ഈസി പോസിബിൾ, ഈസിയർ ഫോർ അടുത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ഈസിയർ ആക്കുക, അടുത്ത ജനറേഷന് വേണ്ടി ഈസിയർ ആക്കുവാണ്, മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ അതർ ജനറേഷൻ വരുമ്പോൾ ദ സ്ട്രഗിൾ ടു ഓവർകം ഡിസ്പാരിറ്റീസ്, ഇത്രയും വലിയൊരു വേരിയൻസ്, നമ്മുടെ ഇംബാലൻസ്, നമ്മൾ ഡിസ്ക്രിപ്പൻസി ഇംബാലൻസിനെ നമ്മൾ എന്താണ് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാർ ഫ്രം ഓവർ. വിചാരിക്കുന്നതിനേക്കാളും ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. ഓക്കെ, എന്നാൽ ഈ ഡിഫിക്കൽട്ട് ജേർണിയിൽ സ്കൂളിന്റെ റോൾ എന്ന് പറഞ്ഞാൽ സെൻസിറ്റൈസ് ചെയ്യാണ്, മേക്ക് സെൻസ്, കുട്ടികൾക്ക് സെൻസ് ഉണ്ടാക്കി കൊടുക്കുക ഇൻ യങ് മൈൻഡ്സ് ടുവേർഡ്സ് ബിൽഡിംഗ് എ നോൺ ഡിസ്ക്രിമിനേറ്ററി വേൾഡ്. ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കരുത്, നോൺ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് പറയേണ്ടത്. അത് നമ്മളൊരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പാടില്ല. കനോട്ട് ബി ഓവർ സ്റ്റേറ്റഡ്. അത് നമുക്ക് ഓവർ എംഫസൈസ് ചെയ്യേണ്ട കാര്യമല്ല, അത് എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് കനോട്ട് ബി ഓവർ സ്റ്റേറ്റഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അത് എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഈ കോണ്ടെക്സ്റ്റിൽ ഒരു കോംപ്രഹെൻഷൻ പാസേജ് വന്നു കഴിഞ്ഞ ദിവസം CBSEയുടെ ഇംഗ്ലീഷ് എക്സാമിനേഷന് സാറ്റർഡേ വന്ന എക്സാമിന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കേട്ടോ, ഓർക്കണേ, വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ചോദ്യം അവർ ചോദ്യ പേപ്പറിൽ ഇട്ട് കൊടുത്ത് നോക്കണം. അപ്പോൾ ചെറിയ കുട്ടികളിൽ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരൊക്കെ ഒന്ന് ചിന്തിച്ച് വളരുന്ന ആ ഒരു എന്താ പറയുക, അവരുടെ ഇത് വളർന്നുകൊണ്ടിരിക്കുക, അവരുടെ ചിന്താഗതിയിലോട്ടൊക്കെ അവർ വരുന്ന ഒരു ഇതാണ്. ആ സമയത്താണ് ഈ ചോദ്യം ഇട്ട് കൊടുക്കുന്നവർക്ക്. മസ്റ്റ് ബി കണ്ടംപ്റ്റ് ഫോർ ഇറ്റ്സ് റിഗ്രസീവ് ആൻഡ് sexist stance. The passage, which created a furore across all sections of society in Parliament, where Congress President Sonia Gandhi called out this misogyny, contained outrageous sentences, including one which said, "Women gaining independence is the main reason for a wide variety of social and family problems." Aha. Young impressionable teenagers, girls and boys, already stressed because of the pandemic, did not know how to tackle this question. Another sentence shockingly read that emancipation of wife destroyed the parents. വായിക്കാം, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്. അപ്പോൾ ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യണം. ഈ പറയുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്, സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ആറ്റിറ്റ്യൂഡാ? സെക്സിസ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്, റിഗ്രസീവ് ആണ്. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്, പണ്ട് പുരാതനമായ ബാക്ക്വേർഡ് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോഴും മുന്നോട്ടല്ല, ബാക്ക്വേർഡ്, പണ്ടിട്ട് നമ്മൾ വലിച്ചുകൊണ്ട് പോവാണ് പഴയ ജനറേഷനിലോട്ട്. അതാണ് ഈ പാസേജിൽ കൃത്യമായിട്ടാണ് ഒരു കൊമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇറ്റ് ക്രിയേറ്റഡ് എ ഫസ്, വലിയൊരു പ്രോബ്ലം തന്നെ ക്രിയേറ്റ് ചെയ്തു സൊസൈറ്റിയിലെ എല്ലാ സെഷൻസിലും. അങ്ങനെ പാർലമെന്റ് സെഷനിൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി പറഞ്ഞു, അനൗൺസ് ചെയ്തു ദാറ്റ്, അതെ പുള്ളിക്കാരി അനൗൺസ് ചെയ്യുക ക്രിട്ടിസൈസ് ചെയ്യുക, പബ്ലിക്കലി ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിന് കേട്ടോ. അപ്പം മിസോജിനി ഇവിടെ കൊണ്ടുവന്നേക്കുവാണ്. മിസോജിനി നമ്മൾ പറഞ്ഞില്ല ഇപ്പം എന്താണെന്ന്, ഡിസ്ലൈക്ക് അഗൈൻസ്റ്റ് വിമൻ. കൃത്യമായിട്ട് ഔട്ട്റേജ് സെന്റൻസിലാണ് പുള്ളിക്കാരി അത് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ഔട്ട്റേജ് സെന്റൻസുകൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്റേജ് സെന്റൻസ് എക്സാമ്പിൾ അനുസരിച്ച് എടുത്തു കാണിക്കരുത്. ഔട്ട്റേജ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നോക്കി ഷോക്കിംഗ് ആണ്.
നമുക്കൊരിക്കലും എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവിശ്വസനീയമായ കുറേ സെന്റൻസുകൾ ഈ പറഞ്ഞ പാസേജിലോട്ട് വന്നു എന്നാണ് കാര്യം. ആ പാസേജിൽ വന്ന സെന്റൻസ് നോക്കുക, ആ എഴുതിയ ആളെ സമ്മതിക്കണം എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് എഴുതാൻ. വിമൻ ഗെയിനിങ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ഗെയിൻ ചെയ്യുന്ന വിമൻ ഇസ് ദ മെയിൻ റീസൺ ഫോർ വൈഡ് സോഷ്യൽ ആൻഡ് ഫാമിലി പ്രോബ്ലം. ഇത് പഴയ എവിടെയോ കേട്ട പരിചയമുള്ള ഒരു സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? സൊസൈറ്റിയിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കും ഫാമിലി പ്രോബ്ലംസിനും എല്ലാം പ്രശ്നം വിമന് നമ്മൾ ഇൻഡിപെൻഡൻസ് കൊടുത്തതാണ്. വിമൻ ഇൻഡിപെൻഡൻസ് കിട്ടി എന്നുള്ളതാണ് ഈ സൊസൈറ്റിയിലുള്ള എല്ലാ പ്രോബ്ലത്തിനും പ്രശ്നം. അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെ. അപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ നടക്കുന്ന COVID-19ൻ്റെയും അതുപോലെ നമ്മുടെ എക്കണോമിക് റിക്കവറി വരാത്തതിൻ്റെയൊക്കെ പ്രോബ്ലം എന്താ? കാര്യം ഇതാണ്, വിമൻ ഇൻഡിപെൻഡൻസ് കിട്ടാത്തതാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഒരു സെന്റൻസ്. അതുപോലെ തന്നെ ടീനേജേഴ്സ്, ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന ടീനേജേഴ്സ്, ഗേൾസ് ആൻഡ് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആണ് ബിക്കോസ് ഓഫ് ദ പാൻഡമിക്. അപ്പോൾ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള പാൻഡമിക് പീരീഡിൽ നടന്നുകൊണ്ടിരുന്ന ഈ കുട്ടികൾക്ക് ടു ടാക്കിൾ ദിസ് ക്വസ്റ്റൻ വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ആൻഡ് അതുപോലെ വേറെ ഒരു കാര്യമാണ് അടുത്ത സെന്റൻസ് എന്ന് പറയുമ്പോൾ നോക്കി, ഇമാൻസിപ്പേഷൻ ഓഫ് വിമൻ, ഇമാൻസിപ്പേഷൻ അല്ല, ഫ്രീഡം ഓഫ് വൈഫ്. സ്ത്രീകളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുക. സ്ത്രീകളുടെ ഫ്രീഡം ഡിസ്ട്രോയ്ഡ് ദ പേരൻസ് അതോറിറ്റി ഓവർ ചിൽഡ്രൻ. അപ്പം നമ്മൾ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുത്തത് പേരൻസിന്റെ അതോറിറ്റി, കുട്ടികളിലുള്ള അതോറിറ്റി ഇല്ലേ, ആധിപത്യം എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇൻ ബ്രിങ്ങിങ് ദ മാൻ ഡൗൺ ഫ്രം ഹിസ് പെഡസ്റ്റൽ, ദ വൈഫ് ആൻഡ് മദർ ഡിപ്രൈവ്ഡ് ഹെർസെൽഫ് ഇൻ ഫാക്ട് ഓഫ് ദി മീൻസ് ഓഫ് ഡിസിപ്ലിൻ. The multiple answers to one question that followed the passage asking women to comment on the tone had this choice. Writer takes a light-hearted approach to life. The initial response from the CBSE was stone deaf, and although the board later said it was dropping the question. അപ്പോൾ ഇതാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിരുന്ന് നോക്കുക. അപ്പോൾ പറയാണ്, വൈഫിന് നമ്മൾ ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറയുന്ന വൈഫിന് ഫ്രീഡം കൊടുത്തത് കൊണ്ട് എന്ത് പറ്റി? പേരൻസിന്റെ അതോറിറ്റി, കുട്ടികളുള്ള അതോറിറ്റി, ആധിപത്യം നഷ്ടപ്പെട്ടു. അടുത്ത പ്രശ്നം മാത്രമല്ല, ബ്രിങ്ങിങ് ദി മാൻ ഔട്ട് ഫ്രം ദ പെഡസ്റ്റൽ, അതായത് ഈ ഏറ്റവും മാനിനെ അതായത് ജെൻഡർ നമ്മൾ പറയുന്നത് മെയിൽ കൗണ്ടർ പാർട്ടിനെ ആ പെഡസ്റ്റലിൽ നിന്ന്, ആ പ്രീഡോമിനന്റ് പൊസിഷനിൽ താഴോട്ട് ഇറക്കുക എന്ന് പറയുന്നത് വൈഫ് ബ്രിങ് ചെയ്ത്. ആരാ? വൈഫ് ബ്രിങ് ചെയ്തു. വൈഫ് അല്ലെങ്കിൽ മദർ നമ്മൾ ബ്രിങ് ചെയ്യുമെന്ന് പറയുമ്പോൾ, അവർ തന്നെ ബ്രിങ് ചെയ്യുമെന്ന് പറയുമ്പോൾ, ആൻഡ് ഡിപ്രൈവിങ് ഹെർസെൽഫ് എന്നാലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിപ്രൈവ് ഹെർസെൽഫ്, ഡിപ്രൈവ് എന്ന വേർബിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെന്റൻസ് ആയിരുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചിന്തിപ്പിക്കുന്ന വേറൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ, അവർക്കൊരു കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് ഈ പാസേജിൽ ഓതറിന്റെ ടോൺ എന്താണ്, പാസേജിന്റെ ടോൺ എന്താണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാമല്ലോ, ടോൺ ഓഫ് ദ പാസേജ് ഓർ ടോൺ ഓഫ് ദ ഇത് ചോദിക്കില്ലേ, ആ കമന്റിൽ ചോദിച്ചു അവരോട് കമന്റ് ഓൺ ദ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ഓൺ, നിങ്ങൾ കമന്റ് ചെയ്യുക ഓൺ ദ ടോൺ ഓഫ് ദ ചോയ്സ് ഓഫ് ദ ഓതർ. ആ ചോയ്സിൽ ABCD ചോയ്സിൽ ഒരെണ്ണം കൊടുത്തേക്കുവാണ്. റൈറ്റർ ടേക്സ് എ ലൈറ്റ് ഹാർട്ടഡ് അപ്രോച്ച് ടു ലൈഫ്. റൈറ്റർ ടേക്സ്, എവിടെയാണ് അദ്ദേഹം ലൈറ്റ് ഹാർട്ടഡ് അപ്രോച്ച് എടുത്തത്? കംപ്ലീറ്റ്ലി മിസോജനിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് അദ്ദേഹം സെന്റൻസ് മൊത്തം കൊടുത്തേക്കുന്നത്. എന്നിട്ട് പറയാണ് ലൈറ്റ് ഹാർട്ടഡ്, വളരെ ലൈറ്റ് ഹാർട്ടായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു അവിടെയും തൊടാതെ ഇവിടെയും തൊടാത്ത ഒരു അപ്രോച്ചിലാണ് ലൈഫിനെ അദ്ദേഹം കാണുന്നത് എന്നൊരു ചോയ്സ് കൊടുത്തിരിക്കുന്നു. വാട്ട്സ് ഇറ്റ്? ഓക്കെ, ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ്. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. അപ്പം CBSE വളരെ ടോൺ ഡെഫ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തത്. എന്നാൽ ഡെഫ് ഒരു പൊട്ട രീതിയിലാണ്, അവർക്ക് ഒരു വിവരമില്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ CBSE പറഞ്ഞു ലേറ്റർ ദേ സെഡ് ദാറ്റ് അയ്യോ വി ആർ ഡ്രോപ്പിംഗ് ദ ക്വസ്റ്റൻ, ഈ ക്വസ്റ്റൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ക്ലിയർ ആണോ? അപ്പോൾ അതാണ് ഈ പ്രോബ്ലം വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ ഇപ്പോൾ സിജി ഇപ്പോൾ അല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ചോദിക്കുന്നത് ആരാണ് അതോറിറ്റി കൊടുക്കുന്നല്ലേ, വൈഫിന് ഫ്രീഡം കൊടുക്കണോ? Because every individual deserves freedom. You have the right to freedom. ആരെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം സിജിപ്പ് ചോദിച്ച പോലെ, യെസ്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്കാണ്. ഇറ്റ്സ് എ സെൻസിറ്റീവ് ടോപ്പിക്. ആ ടോപ്പിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തിങ്ക് അബൌട്ട് ദ വാല്യൂ സിസ്റ്റം ഓർ ദി ദ തോട്ട് പ്രോസസ് ഗോയിങ് ഓൺ ഇൻ ദ ബോർഡിന്റെ ഉള്ളിൽ ഉള്ള ആ ഒരു ആൾക്കാരുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കാം. ആൻഡ് മൂവിങ് ഓൺ ടു the other one is next paragraph, which was eventually forced to express regret and it vowed to review its paper setting processes. Already because of COVID-19, the 2021 syllabi for classes 9 to 12 were truncated by. അടുത്ത പോയിന്റ് നോക്കിയോ, അടുത്ത പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ഡൗൺ ചെയ്ത് പോവാട്ടോ നോക്കി. അപ്പം ഇവഞ്ച്വലി ഇപ്പം ഈ അവസാനം ഇവർ പറഞ്ഞു എക്സ്പ്രസ് ചെയ്തു റിഗ്രറ്റ് ആണ്, സോ സോറി, റിഗ്രറ്റ് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി. അതുപോലെ തന്നെ അവർ പ്രോമിസ് ചെയ്തു, ദേ വോർഡ്, ദേ ഓത്ത്, ദേ പ്ലെഡ്ജ് ചെയ്ത് പറഞ്ഞു. പ്രോമിസ് ചെയ്യുക, വോർഡ് ചെയ്യാന്ന് പ്രോമിസ് ചെയ്യുക. ദേ പ്രോമിസ്ഡ് അല്ലെങ്കിൽ ദേ ഓത്ത്, ദേ അഫേംഡ് ടു റിവ്യൂ ഇറ്റ്സ് പേപ്പർ,
പേപ്പർ സെറ്റിംഗ് പ്രോസസ് ഇനി ഞങ്ങൾ റിവ്യൂ ചെയ്യും. ഇനി ഇങ്ങനെയല്ല, റിവ്യൂ ചെയ്ത് ഞങ്ങൾ വൃത്തിയായിട്ട് പേപ്പർ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ക്വസ്റ്റൻ പേപ്പർ സെറ്റിംഗ് ഇനി മുതൽ സെറ്റ് ആക്കും. സിലബസ് ഓർത്ത് നോക്കുക, ഇത് പ്ലൂറലാണ് സിലബസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ COVID-19 കാരണം 2021 സിലബായി എന്ന് പറയുമ്പോൾ സിലബസിന്റെ ഈ പറഞ്ഞ പ്ലൂറലാണ് കേട്ടോ, പ്ലൂറലാണ്. അപ്പം 9 to 12 ഒരുപാട് സിലബസ് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ, കട്ട് ചെയ്ത് അബ്രിവിയേറ്റ് ചെയ്തിട്ട് ഷോർട്ടൻ ചെയ്യേണ്ടി വന്നു ബൈ 30%, 30% കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഗ്ലെയറിംഗ് ഒമിഷൻസ് ഓഫ് കോർ കോൺസെപ്റ്റ്സ്. അപ്പം നമ്മൾ ഒമിറ്റ് ചെയ്തേക്കുന്ന ഏതാ, ഏറ്റവും കൂടുതൽ നമ്മൾ ഒമിറ്റ് ചെയ്തേക്കുന്ന ഏത് പോർഷൻസാ? കോർ ടോപ്പിക്സ് ആണ്. സബ്ജക്ട്സ് സച്ചസ് മാത്തമാറ്റിക്സിന്റെ ബേസിസ് ഒന്നും ഇല്ലാതെയാണ് കുട്ടികൾ ഇനി പോയി +1 +2 പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഏറ്റവും കൂടുതൽ 30% കട്ട് ചെയ്തേക്കുന്ന കോർ കോൺസെപ്റ്റ് ആയ മാത്സിൽ നിന്നാണ്. ഫ്രം ദ സോഷ്യൽ സയൻസസ്, ഇനി സോഷ്യൽ സയൻസസ് ആൻഡ് അതർ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് എടുക്കുക. ടോപ്പിക്സ് സച്ച് as federalism, citizenship, and nationalism, secularism, democracy and diversity were slashed. In the real world, it would be tougher for children if they are not taught the basics in school. And if they grow up with anxieties related to gender, for instance, in India, misogyny has long roots. Inequalities of class, caste, gender already exist in the school system, worse in the villages and among the urban poor. Many girls are pushed to drop out for myriad പറഞ്ഞു വരാട്ടോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ ദിവസം യൂണിസെക്സ് യൂണിഫോം കൊണ്ടുവന്നു നമ്മുടെ പല സ്കൂളുകളിൽ എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വലിയ ഒച്ചപ്പാട് ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. യൂണിസെക്സ് യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? ജെൻഡർ എന്ന് പറയുന്നത് നമുക്കറിയാം, വി ഹാവ് സോ മച്ച് ജെൻഡേഴ്സ് അല്ലെ. നമ്മൾ പറയാം, നമ്മളെപ്പോഴും ബൈ ഇതായിട്ട് കാണുള്ളൂ. ഒരു ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ, തേർഡ് ജെൻഡേഴ്സ് നമ്മൾ കൂട്ടില്ല. അപ്പോൾ എല്ലാവരും ഈക്വൽ ജെൻഡറിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് യൂണിസെക്സ് യൂണിഫോം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ വലിയ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പം പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. നോക്കുക, സോഷ്യൽ സയൻസ് ടോപ്പിക്കുകളിൽ നിന്നും കട്ട് ചെയ്തു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സുകളിൽ നിന്ന്. അതിൽ നിന്ന് കട്ട് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഓർക്കണം. ഏറ്റവും ബേസിക്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസം, സിറ്റിസൺഷിപ്പ്. എന്താണ് ഫെഡറലിസം എന്നറിയാതെ വളരുന്ന കുട്ടികൾ, സിറ്റിസൺഷിപ്പ് എന്താണെന്ന് കുട്ടികൾ അറിയുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത. നാഷണലിസം, സെക്യുലറിസം എന്താണെന്നറിയില്ല, ബേസിക്സ് അറിയില്ല. ഡെമോക്രസി എന്താണ്, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ആൻഡ് ഡൈവേഴ്സിറ്റി എന്താണ്, മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതെല്ലാം കട്ട് ഡൗൺ ചെയ്തു. ആൻഡ് ഇങ്ങനെ ഒരു റിയൽ വേൾഡ്, നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് സ്കില്ലിനെ പറ്റി അല്ലെങ്കിൽ അല്ല കൊടുത്തു വെക്കുന്നത്. നാളത്തേക്ക് നമ്മൾ പ്രാക്ടിക്കൽ നോളജിന് ലെസൺ ചെയ്യുവാണ്, പ്രാക്ടിക്കൽ നോളജ് ലെസൺ ചെയ്യുന്നു. ഓർത്തു വെച്ചോളാം, നമ്മുടെ പ്രോബ്ലം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫോൾട്ട് പ്രാക്ടിക്കൽ നോളജ് അല്ല, നമുക്ക് അറിയത്തില്ല. വി ഓൺലി നോ അബൌട്ട് ദ തിയറി മാത്രമേ അറിയത്തുള്ളൂ. ബൾക്കായിട്ട് തിയറി പഠിപ്പിച്ച് വെക്കുന്നു മാത്രം. അതുകൊണ്ട് ബേസിക്സ് ഇല്ല, വി ലാക്ക് ദ ബേസിക്സ്. അത് പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ബേസിക്സ് കുട്ടികളിൽ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികളിൽ എന്താ പറയുക, ദേ ഹാവ് ആൻസൈറ്റീസ് റിലേറ്റഡ് ടു ജെൻഡർ. അപ്പോഴാണ് നമുക്ക് ഈ കുട്ടികൾക്ക് ജെൻഡറിനെ പറ്റിയുള്ള ആൻസൈറ്റീസ് ഉണ്ടാവാറുള്ളത്. അറിയില്ലാതെ വരും. ഫോർ ഇൻസ്റ്റൻസ് ഓർത്ത് വെക്കുക. ആൻഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിസോജിനി എന്ന് പറഞ്ഞാൽ ഡീപ്പ് റൂട്ടഡ് ആണ്. മാറ്റാനുള്ളതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഇനീക്വാലിറ്റീസ് ഓഫ് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ഓൾറെഡി സ്കൂളുകളിലുണ്ട്, ഇന്ത്യയുടെ സ്കൂൾ സിസ്റ്റത്തിലുണ്ട്. അത് വില്ലേജസിലോട്ട് എടുക്കുകയാണെങ്കിലോ ഗ്രാമത്തിലോട്ട് എടുക്കുകയാണെങ്കിലോ ആൻഡ് urban poor, പാവപ്പെട്ടവർക്ക് എന്ത് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ജീവിതം മൊത്തം. സോ അങ്ങനെയുള്ള സ്കൂൾ സിസ്റ്റത്തിൽ വില്ലേജസിലോട്ട് എടുക്കുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റിട്ടില്ല ഇതുവരെ. ഒരുപാട് ഇപ്പോഴും എടുക്കുകയാണ്. നമ്മൾ കേസ് എടുക്കുകയാണെങ്കിലോ, ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് പിന്നെയും ലിറ്ററസി റേറ്റ് കൂടുതലാണ്. ബാക്കിയെടുത്ത് നോർത്തിലോട്ടൊക്കെ എടുത്ത് ഒരുപാട് ഗേൾസ് ടീനേജ് ഗേൾസ് were pushed to drop out. They were forced to drop out because of many reasons, myriad, number of, numerous, countless. അവർക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. അവരെ നമ്മൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട്, ഏർലി ഡ്രോപ്പ് ഔട്ട്സ് ആയി വരുന്നുണ്ട് അവർക്ക്. ഫ്രം ദ ലാക്ക് ഓഫ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. ആലോചിക്കണം, ലാക്ക് ഓഫ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇൻ സ്കൂൾ. ടു ഫോഴ്സ്ഡ് ലേബർ ആൻഡ് മാരേജ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലാക്ക് ഓഫ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് അവരെ ഫോഴ്സ് ലേബറിന് പോകേണ്ടി വരുന്നു. സ്കൂളിൽ പഠിക്കുന്നതിന് പകരം കുട്ടികൾ പോയി ജോലി ചെയ്യാൻ പോകേണ്ടി വരുന്നു. ആൻഡ് ഇവൻച്വലി ദേ വർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരിഡ്. അതാണ് ഈ പ്രശ്നം. ഏർലി മാരേജ് ചെയ്യപ്പെടുന്നു. ആരാണ്, ഒന്നുമില്ല, അതാണ് ഈ ഫോഴ്സ് ലേബർ മാരേജ് ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ എവിടെയാണ് നമ്മൾ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ്സ് എ മെയിൻ ഇഷ്യൂ ഇൻ അവർ സൊസൈറ്റി. ആ ഒരു പ്രോബ്ലത്തെ ഇവിടെ കൃത്യമായിട്ട് ഓതർ എടുത്തു കാണിക്കുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് കാര്യമാണ്, വളരെ ക്രിട്ടിക്കലായ ഒരു കാര്യമാണിത്. ഇഫ് മെൻ, ആസ് ക്ലോഡിയ ഗോൾഡൻ സെസ് ഇൻ ഹെർ ബുക്ക്, ക്ലോഡിയ ഗോൾഡൻസിന്റെ ബുക്കിൽ കരിയർ ആൻഡ് ഫാമിലി must start doing what women have always done, provide personal support, lend a ear and help. Education has to begin when they are young. Instead of teaching them to cast off stereotypes, school authorities are retreating old wrongs.
At a time when it is imperative for the board to lighten children's burden, the CBSE has sent out the wrong possible message. അപ്പോൾ കൊടുത്തേക്കുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ നോക്കി, CBSE കുട്ടികൾക്ക് കൊടുത്ത മെസ്സേജ് വളരെ മോശമായ ഒരു മെസ്സേജാണ്. നോട്ട് ചെയ്യാം, ക്ലോഡിയ ഗോൾഡ്വെന്റിന്റെ ബുക്ക് ഇങ്ങനെ ഇത് കണ്ടോ, ഞാനിങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഒരാളുടെ റെഫറൻസ് വെച്ച് കൊടുക്കും. ഇപ്പോൾ നോക്കി ഇവിടെ കൊടുത്തേക്കുന്ന റെഫറൻസ് ഉണ്ടോ, ഇവിടെ കൃത്യമായിട്ടൊരു റെഫറൻസ് കൊടുത്തേക്കുവാണ്. ആരുടെ റെഫറൻസ് കൊടുത്തേക്കുന്നത്? ക്ലോഡിയ ഗോൾഡിന്റെ ബുക്കിന്റെ പേര് കരിയർ ആൻഡ് ഫാമിലി എന്ന ബുക്കിൽ പറയുന്നത് പോലെ, ഇഫ് മെൻ സ്റ്റാർട്ട് ചെയ്യാണ് ഡൂയിങ് ദ വർക്ക് ദാറ്റ് വിമൻ ഹാവ് ഓൾറെഡി ഡൺ. സ്ത്രീകൾ ചെയ്ത ജോലികൾ മാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ഏതൊക്കെയാ? ലൈക്ക് പ്രൊവൈഡിങ് പേഴ്സണൽ സപ്പോർട്ട്, ലെൻഡ് എ ഇയർ, ചെവി കൊടുക്കുക, ലിസൺ ടു പീപ്പിൾ, ഹെൽപ്പ് പീപ്പിൾ. അങ്ങനെ വന്നാൽ എഡ്യൂക്കേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. യങ് ആയിരിക്കുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ വലുതായി കഴിയുമ്പോൾ ആ മോനെ നീ പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയാട്ടോ, ലെറ്റ്സ് അൺലേൺ തിങ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ദാറ്റ്സ് എ പ്രോബ്ലം. ചെറുപ്പത്തിൽ നിന്നേ കൊടുക്കണം. അപ്പോൾ സീറോ ടൈപ്സ് കാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം, അബാൻഡൻ ചെയ്യുന്നതിന് കാര്യം ആ മാറ്റി നിർത്തുന്നത്, ഡിസ്കാർഡ് ചെയ്യുന്നതിന് പകരം അതോറിറ്റീസ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യണം. പഴയ കാര്യങ്ങൾ പിന്നെയും പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമ്പയറേറ്റീവ് നമ്മൾ കൊണ്ടുവരണം. ഈ കുട്ടികൾക്ക് COVID-19 കാരണമുള്ള സ്ട്രെസ്, ടെൻഷൻ ഒക്കെ കൊടുത്ത് അത് ലൈറ്റൻ ചെയ്യേണ്ട സമയത്ത് അവരുടെ ബേർഡൻ ലൈറ്റൻ ചെയ്യുന്ന പകരം ഒരു റോങ് പോസിബിൾ മെസ്സേജ് കുട്ടികളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ടോൺ കൊണ്ടുവരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ആർഗ്യുമെന്റേറ്റീവ്, അല്ലെ? അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ആണ്. ക്രിട്ടിക്കൽ അപ്രോച്ച് കൊടുത്ത് അനലിറ്റിക്കൽ ആയിട്ട് തന്നെയാണ് ഓതർ കൊടുത്തേക്കുന്നത്. കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ട് അതിനെ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്. ബാലുശ്ശേരിയിലുണ്ടല്ലേ, ദാറ്റ്സ് ഗ്രേറ്റ്. മേ ബി ദ പേഴ്സൺ ഹു പുട്ട് ദാറ്റ് ക്വസ്റ്റൻ വാസ് മിസോജിനി അല്ല, വാസ് എ മിസോജിനിസ്റ്റ് ആയിരുന്നിരിക്കാം. മിസോജിനിസ്റ്റ്. ഇവൻ ദ ഡിലീറ്റഡ് ദി ക്വസ്റ്റൻ, ദ മെസ്സേജ് ഹാസ് റീച്ച്ഡ് ദ ടാർഗറ്റഡ്. ഓഫ് കോഴ്സ് അത് തന്നെ. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് എത്തിയിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നം. ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ, നമുക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഐഡിയ കിട്ടിയല്ലോ. ഈ ടോപ്പിക്ക് തന്നെ ഞാൻ എടുക്കാനുള്ള കാര്യം വെച്ചാൽ ഇത് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിളിൽ വന്നേക്കുന്നത് ജെൻഡർ ഈക്വാളിറ്റിയെ പറ്റിയുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇപ്പോഴും COVID-19 സമയത്തും ജെൻഡർ ഈക്വാളിറ്റിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഓക്കെ, അത് പൊളിച്ചു സിജി, വെരി ഗുഡ്, അത് കൊള്ളാം. പഴയ ആ കാര്യത്തിലോട്ട് വരുന്ന ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങളിത് ഓർത്ത് വെച്ചോളാം. ആൻഡ് ഐ നീഡ് എവ്രി വൺ ടു ഐ നീഡ് എവ്രി വൺ ഓഫ് യു, എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാൽ ഇത് ഈ ഒരു എസ് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കണം. നമുക്ക് ഒരുപാട് പോയിന്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരുപാട്. ആൻഡ് ഇവിടുത്തെ യൂസേജ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇൻട്രൊഡക്ഷനിലെ യൂസേജ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് റെഫറൻസ് എത്ര കൃത്യമായിട്ടാണ് ഇൻസ്റ്റൻസ് കൊടുത്തേക്കുന്നത് കൊടുക്കുക. എല്ലാവരും, ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ആൻഡ് മൈ സജഷൻ എല്ലാവരോടും ഈ ആർട്ടിക്കിൾ ഒന്ന് നോട്ട് ചെയ്യുക. എങ്ങനെയാണ് കൃത്യമായിട്ടൊരു എസ്സേ ഫ്രെയിം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം കൊടുത്തേക്കുന്നുണ്ടോ? ലൈക്ക് എസ്സേക്ക് കൊടുക്കേണ്ട അതേ രീതിയിലുള്ള ഇൻസ്റ്റൻസ് കൊടുത്തേക്കുന്നു, വിത്ത് ഇൻസ്റ്റൻസ് എക്സാമ്പിൾ കൊടുക്കുന്നതും അതുപോലെ ബുക്കിന്റെ റെഫറൻസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ? ആ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് ഒക്കെ ഉണ്ടോ? ഓ, സോ ടച്ചി ആൻഡ് ക്ലാസി. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൊടുക്കുക. ഓക്കെ, ദാറ്റ് വുഡ് മേക്ക് പോയിന്റ്സ്, ഗിവ് യു പോയിന്റ്സ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും. 72 പേരോളം ലൈവിലുണ്ട്. പക്ഷെ നോക്കി ലൈക്ക് തരാൻ എന്ത് മടിയാന്ന് നോക്കി. ഷോ മീ 78 പേര്. ഷോ മീ സം ലവ് എവ്രി വൺ, ഷോ മീ സം സപ്പോർട്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പോകാം ഇന്നലത്തെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട്. സ്പോട്ട് ദ ക്വസ്റ്റൻ ഇതാണ് ഇന്നലത്തേത്. ദ ഗവേണിംഗ് ബോഡി ഡെസ്പെറേറ്റ്ലി നീഡ്സ് ടു അഡ്രസ് ദ ഇൻകൺസിസ്റ്റൻസീസ് ബിഫോർ ദ നെക്സ്റ്റ് ഇയർ ലെസ്റ്റ് ഇറ്റ് ലൂസസ് ദി ട്രസ്റ്റ് ഓഫ് ഫാൻസ് ആസ് എ ഫെയർ ആർബിട്രർ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ഹോംവർക്ക് തരുന്നത് നിങ്ങൾക്ക് ചെയ്തിട്ട് എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നോബഡി, 1-2 പേരും റെഗുലറായിട്ട് തരുന്നുണ്ട്, അല്ലാത്ത ആരും തന്നെ തരുന്നില്ല. അപ്പം നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന കുട്ടികളല്ലേ, അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന കുട്ടികൾ റെഗുലറായിട്ട് ആൻസർ കോമന്റ് സെക്ഷനിൽ തരിക. അപ്പോൾ ആ ഒരു നമ്മൾ എന്താ പറയുക, ഒരു ഇൻവോൾവ്മെന്റ് ഹാപ്പൻ ചെയ്യും. ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് ആൻസർ തരുന്നു. ഐ ഗിവ് യു സംതിങ് ആൻഡ് യു ഗിവ് ഇറ്റ് ബാക്ക് ടു മീ, അല്ലേ? ആ ഒരു റെസ്പോൺസ് കിട്ടും. ഐ നീഡ് യുവർ റെസ്പോൺസസ്. ഓക്കെ, ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെഷൻ. ഓക്കെ, ആ കോമന്റ് സെഷൻ ഒന്നിട്ട് കൊടുക്കുക, തരിക. ഓക്കെ ആണോ? ആൻസർ പറ. ഇവിടുത്തെ ആൻസർ പറഞ്ഞേ. ഇവിടുത്തെ ആൻസർ പറയൂ. ആൻസർ പറട്ടെ. ആൻസർ താ. ആൻസറോട്ട് പോരട്ടെ. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആൻസർ തരണം. വേഗം ആൻസർ തരിക.
ലൈവ് ആയതുകൊണ്ടാണ് തോംസി, ലൈവ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ആൻസർ കോമന്റ് സെക്ഷനിൽ തരണ്ട, ഇവിടെയല്ല. ഓക്കെ, വീഡിയോ കഴിയുമ്പോഴാണ് കോമന്റ് സെക്ഷൻ തന്നെ. നോക്കി, ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഗവേണിംഗ് ബോഡി നീഡ് ടു ആണോ? അതെങ്ങനെ ഗവേണിംഗ് ബോഡി നീഡ് ടു വരുന്നത്? ഗവേണിംഗ് ബോഡി സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. സിംഗുലർ വേർബ് ഇവിടെ ഒരു തെറ്റുമില്ല. നീഡ്സ് ടു അഡ്രസ് ദീസ് ഇൻകൺസിസ്റ്റൻസീസ് ബിഫോർ ദ നെക്സ്റ്റ് ഇയർ ലെസ്റ്റ് ഇല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ലൂസസിന്റെ മീനിങ് എന്താ? ലൂസസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ. ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ ലൂസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഈ ലൂസസ് ആണോ? ലൂസ്ഡ് ട്രസ്റ്റ്, നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഈ ലൂസസ് ആണോ? അല്ല, ലൂസസ് തന്നെയാണ്. ബട്ട് ദ സ്പെല്ലിംഗ് ഇസ് ലൂസസ്. ലെസ്റ്റ് ഇറ്റ് ലൂസസ് ദ ട്രസ്റ്റ് ഓഫ് ഫാൻസ് ആസ് ഫെയർ ആർബിട്രർ. ആൻസർ അതല്ലേ വരേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ വരുന്ന മാറിപ്പോയില്ലേ? മാറിപ്പോയോ നോക്കിക്കേ. ഇതല്ലേ കാര്യം? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണത്. ആണോ? ക്ലിയർ ആണോ? യെസ്. ആൻഡ് മൂവിങ് ഓൺ, അടുത്തലോട്ട് പോകാം. ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ദ ഓണേഴ്സ് ഇസ് ക്ലിയർലി ഇൻ ദ സെന്റർ ടു ഡീപ്പൻ ദ ഫ്യൂൽ ടാക്സ് കട്ട്സ് ആൻഡ് അഡ്രസ് അതർ സപ്ലൈ സൈഡ് ഇഷ്യൂസ് ടു പ്രിവെന്റ് ഇൻഫ്ലേഷൻ ഫ്രം ഹർട്ടിംഗ് ദ റിക്കവറി. നോട്ട് ചെയ്തൊന്ന് പൊക്കേ. എവിടെയാണ് ഇവിടുത്തെ എറർ വന്നേക്കുന്നത്? നോട്ട് ചെയ്ത് പൊക്കേ. ഒന്ന് നോട്ട് ചെയ്ത് പൊക്കേ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും എവിടെയാണ് എറർ വന്നേക്കുന്നത്. നോക്കിയേ. ഷുഡ് ലൂസ് റോങ് അല്ല. ബട്ട് എന്നാ പ്രശ്നം അറിയോ? ഷുഡ് അവിടെ ഇല്ലല്ലോ. ഇവിടെ ഷുഡ് ഇല്ലാത്തതുകൊണ്ട് ഏറെ ഷുഡ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ശരത്തെ. അതാണ്. ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ക്ലിയർ ആണോ? ആം ഐ ക്ലിയർ ടു യു? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടോ. വെരി ഇമ്പോർട്ടൻ്റ്ലി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ എനിക്ക് കോമന്റ് സെക്ഷനിൽ ഇതിന്റെ ആൻസർ തന്നാൽ മതി. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആൻഡ് മീൻ വൈൽ ലെറ്റ്സ് മൂവ് ടു ആപ്പിലോട്ട് ഞാൻ പോവാം. ആപ്പിൽ കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്പില് അല്ലെ. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്പിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആപ്പില് ഈ പറഞ്ഞ 16% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഓൾറൈറ്റ്, ഇപ്പം നമ്മുടെ ആപ്പിൽ ഡിസ്കൗണ്ട് ഉള്ളത് നമുക്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് 16% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മുടെ ബുക്സിന് നോക്കി, നിങ്ങൾ സ്റ്റോറിലൊന്ന് പോയി നോക്കിക്കേ. കേരള PSC എടുക്കുക, നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മുടെ ബുക്സിൻ്റെ കാര്യമൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. 16% ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ബുക്ക് എടുത്തു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓക്കെ. ഇതാ ഞാനിപ്പോൾ ഇതാ കോംപ്രഹെൻസീവ് ഗൈഡ് എടുത്തു, ജനറൽ അവയർനെസിന്റെ ബുക്ക് എടുത്തു. എന്നിട്ട് നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ചു നോക്കിയേ, വർക്ക് ആവുന്നുണ്ടോ നോക്കി. ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എല്ലാവരും. പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ബുക്കിന്റെ ഇത് കിട്ടും. ഈ ബുക്ക് കൊടുക്കുക, ഓഫേഴ്സ് കൊടുക്കുക. ഓ, ലോഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നേ. ഈ ബുക്കാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏത് ബുക്സും എടുക്കാം നിങ്ങൾക്ക്. ബുക്സ് ആണെങ്കിൽ എടുക്കാം. നെറ്റിൻ്റെ ഇച്ചിരി ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. നെറ്റിൻ്റെ ഇഷ്യൂ അല്ല, ഇന്ന് ആപ്പിന് എന്തോ ചെറിയ തകരാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം നെറ്റല്ല എൻ്റെ പ്രശ്നം, ഇന്ന് ആപ്പാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെന്ന് ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ, ഇപ്പം ഞാൻ എടുത്ത് കണ്ടായിരിക്കുമല്ലോ നിങ്ങൾ, അപ്പം നേരെ ചെന്നിട്ട് നിങ്ങൾ ബുക്സോ, ഇപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസസ് ഒക്കെ ഉണ്ട്. ഇന്ന് ക്വിസസ് നോക്കുക. ഇന്ന് ഡെയിലി ക്വിസ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഡെയിലി ക്വിസ് ഏതൊക്കെയാണ് ഉള്ളത് നോക്കി. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് നോക്കി. ജോഗ്രഫിയുടെ ക്വിസ് ഉണ്ട്, ജനറൽ അവയർനെസിൻ്റെ ക്വിസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ, ഹിസ്റ്ററിയുടെ ക്വിസ് ഉണ്ട്. ഓക്കെ, അപ്പം ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്തു നോക്കണം. ക്വിസസ് അറ്റൻഡ് ചെയ്യുക.
ഫ്രീ ക്വസസ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എക്സാം എഴുതി തീർക്കാം. 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് എല്ലാം സെറ്റാണ്. അപ്പോൾ വേഗം ചെയ്യാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇത് വന്നാൽ യു ക്യാൻ പോസ് ഇറ്റ്, നോ പ്രോബ്ലം. അങ്ങനെ ചെയ്ത് നിങ്ങളൊന്ന് ക്വിസ് അറ്റൻഡ് ചെയ്ത് ആൻഡ് ഡെയിലി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പോവുക കേട്ടോ. ആൻഡ് അത് മാത്രമാണ് കാര്യമുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് എവ്രി വൺ. കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ബുക്സ് മേടിക്കാൻ താല്പര്യമുണ്ട്, 16% ഡിസ്കൗണ്ട് ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ. ഓർത്ത് നോക്കുക, ബുക്സോ ഇ ബുക്കോ ഒക്കെ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് PDF നോട്ട്സ് ഞാൻ ഇട്ട് തരും. ടെലിഗ്രാം ചാനലിന്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. താങ്ക് യു. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ കോമന്റ്സ് ഒക്കെ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് കോമന്റ് സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് അയച്ചു തരണം. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ നീഡ് യു റെസ്പോൺസ് അല്ലേ, നമ്മൾ തരുന്നതിന്റെ റെസ്പോൺസ് എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, സജഷൻസ് ഉണ്ടെങ്കിൽ അയക്കാം, ഡൗട്ട്സ് ഉണ്ടോ എങ്കിലും നിങ്ങൾക്ക് അയക്കാം. ഐ ഗിവ് യു ദ റിപ്ലൈ. ഓക്കെ, സോ ഷെയർ ഇറ്റ് എമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കുക. നമ്മളെ വേറെ ഒരു മലയാളം യൂട്യൂബ് ചാനലിലും ഹിന്ദു എഡിറ്റോറിയൽ ഇല്ല. അപ്പോൾ ഹിന്ദു എഡിറ്റോറിയൽ പഠിക്കേണ്ട കോമ്പറ്റേറ്റീവ് എക്സാം ഉള്ളവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരൊക്കെ അയച്ചു കൊടുക്കുക. അവർ കാണട്ടെ, റെക്കോർഡഡ് വീഡിയോസ് ആണെങ്കിലും ഓക്കെ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ.